शांति शांति ओम शांति शांति अंतर मन में ज्योति जगा लो होगा दूर अंधेरा शिव का कर लो ध्यान आ रहा पावन पुण्य सवेरा तुम हो कौन कहाँ से आए अपने आप को जानो राजयोग के द्वारा अपना परम पिता पहचानो इसी राजपथ पर चलकर तुम पालो अपना बसेरा तुम हो आत्मा तन से प्यारे परमात्मा को प्यारे दिव्य गुणों को धारण करके योगी बनो दुलारे ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा अंतर मन में ज्योति जगा लो होगा दूर अंधेरा ओम शांति ओम शांति ओम शांति ഓം ശാന്തി. പിന്നെ 25/6/2025 बाबा कहते हैं, मीठे बच्चे, बाप तुम्हें नई दुनिया के लिए राजयोग सिखला रहे हैं, इसलिए इस पुरानी दुनिया का विनाश भी जरूर होना है. ബാബ പറയാണ്, മധുരമായ കുട്ടികളെ, ബാബ ഈ പുതിയ ലോകത്തിലേക്ക് വേണ്ടി നമ്മളെ രാജയോഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പഴയ ലോകത്തിൻ്റെ വിനാശം തീർച്ചയായും നടക്കുക തന്നെ വേണം. അല്ലെ, ബാബ നമ്മളെ പുതിയ ലോകത്തിലേക്ക് വേണ്ടിയിട്ടാണ് രാജയോഗം പഠിപ്പിക്കുന്നത്. ഇനി ബാബ ചോദ്യം ചോദിക്കാണ്, മനുഷ്യോं में कौन सी एक अच्छी आदत पड़ी हुई है लेकिन उससे भी प्राप्ति नहीं होती. ബാബ ചോദിക്കാണ്, മനുഷ്യരിൽ ഏതൊരു നല്ലൊരു സ്വഭാവമാണ് അല്ലെങ്കിൽ ഒരു നല്ലൊരു ശീലമാണുള്ളത്, പക്ഷേ അതുകൊണ്ടും പ്രാപ്തി ലഭിക്കുന്നില്ല. അതായത് മനുഷ്യരിൽ നല്ലൊരു ശീലമുണ്ട്,
പക്ഷെ അതുകൊണ്ടൊന്നും പ്രാപ്തി ലഭിക്കുന്നില്ല. അത് ഏതാണ് എന്ന് ബാബ ചോദിക്കാം. ബാബ ഉത്തരം പറയാണ്, മനുഷ്യോ മേം ഭഗവാൻ കോ യാദ് കർനെ की जैसे आदत पड़ी हुई है, जब कोई बात होती है तो कह देते हैं हे भगवान. सामने शिवलिंग आ जाता है, लेकिन पहचान यथार्थ न होने के कारण प्राप्ति नहीं होती है. फिर कह देते सुख दुख सब वही देता है. तुम बच्चे अभी ऐसे नहीं कहेंगे. ബാബ പറയാണ്, അതായത് മനുഷ്യരില് ഭഗവാനെ ഓർമ്മിക്കുക എന്ന ഒരു ശീലം ഉണ്ട് അല്ലേ? പക്ഷെ ബാബ പറയാണ്, അതായത് ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്താ പറയാ? അല്ലയോ ഭഗവാനെ. അതുപോലെ മുന്നിൽ ശിവലിംഗത്തെയൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ബാബ പറയുന്നത് എന്താണ്? യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കാത്തതു കാരണം പ്രാപ്തി ഉണ്ടാകുന്നില്ല. ഭഗവാനെ വിളിക്കുന്നുണ്ട്, ഭഗവാനെ ഓർമ്മിക്കുന്നുണ്ട്, ഒക്കെയുണ്ട്. പക്ഷെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കാത്തതു കാരണം, യഥാർത്ഥ രീതിയിൽ തിരിച്ചറിയാത്തതു കാരണം ബാബ പറയാണ് പ്രാപ്തി ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. പിന്നെ ഇങ്ങനെയും പറയും, അതായത് സുഖവും ദുഃഖവും എല്ലാം ഭഗവാൻ തരുന്നതാണ്, അങ്ങനെയും പറയും. പക്ഷെ ബാബ പറയാണ്, നിങ്ങൾ കുട്ടികൾ ഇപ്പോൾ അങ്ങനെയൊന്നും പറയില്ല അല്ലെ? നമ്മൾ പറയില്ല ദുഃഖവും സുഖവും ഒക്കെ ഭഗവാനാണ് തരുന്നതെന്ന് നമ്മൾ പറയില്ല അല്ലെ? നമുക്ക് ബാബ ജ്ഞാനം തന്നു കഴിഞ്ഞു. ഓം ശാന്തി. ബാപ്പ് ജിസ്കോ രജത കഹാ ജാതാ ഹേ, കിസ്കാ രജത? അതായത് ബാബയെ രചയിതാവ് എന്ന് പറയുമല്ലോ. ഏതിന്റെ രചയിതാവാണ് ബാബ? നൈ ദുനിയാക്ക രചത, പുതിയ ലോകത്തിന്റെ രചയിതാവാണ് ബാബ. നൈ ദുനിയാക്കോ കഹാ ജാതാ ഹേ സ്വർഗ് വാ സുഖദാം, നാം കഹത്തെ ഹേ പരന്തു സമജ്ത്തെ നഹി ഹേ. ബാബ പറയാണ്, പുതിയ ലോകത്തെ എങ്ങനെയാണ് പറയുക? സ്വർഗം അല്ലെങ്കിൽ സുഖധാമം എന്നൊക്കെ പറയും പുതിയ ലോകത്തെ. അങ്ങനെ പേര് പറയുന്നുണ്ടെങ്കിലും ബാബ പറയുന്നത് മനസ്സിലാക്കുന്നില്ല. എന്താണ് സ്വർഗം, എന്താണ് സുഖധാമം എന്നൊന്നും മനസ്സിലാക്കുന്നില്ല. പക്ഷെ പേര് പറയുന്നുണ്ടെന്ന് പറയാ ബാബ. ശ്രീകൃഷ്ണക്കെ മന്ദിർ കോബി സുഖധാം കഹത്തെ ഹേ, ശ്രീകൃഷ്ണന്റെ ക്ഷേത്രത്തെയും സുഖധാമം എന്ന് പറയുന്നുണ്ട്. അപ്പൊ വഹുത്തോഹോ ഗയാ ചോട്ടാ മന്ദിർ, അപ്പൊ ശ്രീകൃഷ്ണന്റെ ഒരു ചെറിയ ക്ഷേത്രമല്ലേ, അതിനെയും സുഖധാമം എന്ന് പറയുന്നുണ്ടെന്ന് പറയാ ബാബ. ശ്രീകൃഷ്ണത്തോ വിശ്വക മാലിക് ഥാ, അപ്പൊ ശ്രീകൃഷ്ണൻ വിശ്വത്തിന്റെ അധികാരിയായിരുന്നു. ബേഹദ് കെ മാലിക്കോ ജൈസെ കി ഹദ് കാ മാലിക് ബനാ ദേത്തെ ഹേ, ആ പരിധിയില്ലാത്ത അധികാരി, കാരണം വിശ്വത്തിന്റെ അധികാരി ആയിരുന്നുവല്ലോ ശ്രീകൃഷ്ണൻ. ആ പരിധിയില്ലാത്ത അധികാരിയെ പരിധിയുള്ള അധികാരിയാക്കി മാറ്റി. ശ്രീകൃഷ്ണക്കെ ചോട്ടേസെ മന്ദിർക്കോ സുഖധാം കഹത്തെ ഹേ, ശ്രീകൃഷ്ണന്റെ ആ ചെറിയ ക്ഷേത്രത്തെ സുഖധാമം എന്ന് പറയുന്നു. ബുദ്ധിമേം യഹ് നഹി ആതാ ഹേ കി വഹ്തോ വിശ്വക മാലിക് താ, അതായത് ബാബ പറയാണ് ബുദ്ധിയിൽ ഇത് വരുന്നില്ല, അതായത് ശ്രീകൃഷ്ണൻ വിശ്വത്തിന്റെ അധികാരിയായിരുന്നു എന്ന കാര്യം ബുദ്ധിയിൽ വരുന്നില്ല. ഭാരത് മേഹി രഹനെ വാലാദ, ആ ശ്രീകൃഷ്ണൻ ഭാരതത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. തും കോബി പഹലെ കുച്ച് പത്താ നഹീദ, അപ്പൊ ബാബ പറയാണ് നിങ്ങൾ കുട്ടികൾക്കും ആദ്യം ഇതൊന്നും അറിയില്ലായിരുന്നു. ബാപ്പ് കോത്തോ സബ് കുച്ച് പത്താ ഹെ, ബാബയ്ക്കാണെങ്കിലോ എല്ലാം അറിയാം. വഹ് സൃഷ്ടിക്കെ ആദി മധ്യ അന്ത് കോ ജാൻതേ ഹെ, ബാബയ്ക്കാണെങ്കിലോ സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തെക്കുറിച്ച് അറിയാമെന്ന് പറയാ ബാബ. അഭി തും ബच्चे जानते हो दुनिया में तो यह भी किसको पता नहीं है. അപ്പൊ ബാബ പറയാണ് ഇപ്പൊ നിങ്ങൾ കുട്ടികൾക്കറിയാം, ഇതെല്ലാം നിങ്ങൾക്കറിയാം, പക്ഷേ ലോകത്തില് ഇതൊന്നും ആർക്കും അറിയില്ല. അതായത് ബ്രഹ്മ വിഷ്ണു ശങ്കർ കോൻ ഹേ, ഈ ബ്രഹ്മാവ് വിഷ്ണു ശങ്കരൻ എന്നൊക്കെ പറയുന്നത് ആരാണ് എന്നുള്ള കാര്യം നിങ്ങൾ കുട്ടികൾക്ക് ഇപ്പോൾ അറിയാം, പക്ഷെ ലോകത്തിലുള്ളവർക്ക് അറിയില്ല എന്ന് ബാബ പറയാം. ശിവത്തോഹേ ഊഞ്ചത്തെ ഊഞ്ച് ഭഗവാൻ, അപ്പോൾ ശിവഭഗവാനാണ് ഉയർന്നതിലും ഉയർന്ന ഭഗവാൻ.
അച്ഛാ ഫിർ പ്രജാപിത ബ്രഹ്മ കഹാം സെ ആയ. അപ്പൊ ബാബ ചോദിക്കാം, ശരി, അങ്ങനെയാണെങ്കിൽ പ്രജാപിത ബ്രഹ്മാവ് എവിടെ നിന്നാണ് വന്നത്? ഹേതോ മനുഷ്യഹി, അത് മനുഷ്യൻ തന്നെയാണ്. പ്രജാപിത ബ്രഹ്മ തോ ജരൂർ യഹാം ഹി ചാഹിയേന ജിസ്സെ ബ്രാഹ്മൺ പൈദാ ഹോ. അപ്പൊ ബാബ പറയാണ്, പ്രജാപിത ബ്രഹ്മാവ് തീർച്ചയായിട്ടും ഇവിടെ തന്നെയല്ലേ വേണ്ടത്, കാരണം ആ പ്രജാപിത ബ്രഹ്മാവിലൂടെയാണ് ബ്രാഹ്മണരുണ്ടാകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ തന്നെയല്ലേ വേണ്ടത് എന്ന് ബാബ പറയാം. പ്രജാപിത മാനാഹി മുക്സെ അഡോപ്റ്റ് കർണേ വാല തും ഹോ മുഗ് വംശാവലി. അപ്പൊ ബാബ പറയാണ്, പ്രജാപിത ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ അതായത് മുഖത്തിലൂടെ അഡോപ്റ്റ് ചെയ്തതാണ്, ദത്തെടുക്കപ്പെട്ടിട്ടുള്ളതാണ്, നിങ്ങൾ മുഖവംശാവലികളാണ് എന്ന് ബാബ പറയാം. अब तुम जानते हो कि कैसे ब्रह्मा को बाप ने अपना बनाकर मुग वंशावली बनाया है. इनमें प्रवेश भी किया, फिर कहा कि यह हमारा बच्चा भी है. ബാബ പറയാണ്, ഇപ്പൊ നിങ്ങൾ കുട്ടികൾക്കറിയാം എങ്ങനെയാണ് ബ്രഹ്മാവിനെ ബാബ തന്റേതാക്കി മാറ്റി മുഖവംശാവലിയാക്കി മാറ്റിയത് എന്ന് നിങ്ങൾ കുട്ടികൾക്ക് ഇപ്പോൾ അറിയാം. അതായത് ഈ ബ്രഹ്മാവിന്റെ, അതായത് പ്രജാപിത ബ്രഹ്മാവ് എന്ന് പറയുന്ന ദാദാ ലേഖരാജിന്റെ ശരീരത്തിൽ ബാബ പ്രവേശിച്ചിട്ട് ബാബ എന്താ പറഞ്ഞേ, ഇത് എന്റെ കുട്ടിയാണ്. തും ജാൻതേ ഹോ ബ്രഹ്മാ നാം കൈസേ പടാ കൈസേ പൈദാ ഹുവാ യഹ് ഓർ കോയി നഹി ജാൻതേ ഹേ. അപ്പൊ ബാബ പറയാണ്, നിങ്ങൾ കുട്ടികൾക്കറിയാം അതായത് ബ്രഹ്മ എന്ന പേര് എങ്ങനെയാണ് വന്നത്, എങ്ങനെയാണ് ബ്രഹ്മാവ് ജനിച്ചത്, ഇത് നിങ്ങൾ കുട്ടികൾക്ക് മാത്രമേ അറിയുള്ളൂ, വേറെ ആർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല എന്ന് ബാബ പറയാം. സിർഫ് മഹിമ ഗാത്തെ ഹേ कि परमपिता परमात्मा ऊंजते ऊंज है, परंतु यह कोई की बुद्धि में नहीं आता कि ഊഞ്ചത്തെ ഊഞ്ച് ബാപ്പ് ഹേ. ബാബ പറയാണ്, കേവലം മഹിമ പാടുന്നുണ്ട്, അതായത് പരംപിത പരമാത്മാവ് ഉയർന്നതിലും ഉയർന്നതാണ് എന്ന മഹിമ പാടുന്നുണ്ട്. പക്ഷെ ബാബ പറയാണ്, ഇത് ആരുടെയും ബുദ്ധിയിൽ വരുന്നില്ല, അതായത് ഉയർന്നതിലും ഉയർന്ന അച്ഛനാണ്, അല്ലെ, ആ ഒരു കാര്യം ആരുടെയും ബുദ്ധിയിൽ വരുന്നില്ല എന്ന് ബാബ പറയാം. ഹം സബി ആത്മാവോം കാ ബാപ്പ് ആത്മാവോം കാ വഹ് പിതാ ഹേ. അപ്പൊ ബാബ പറയാണ്, നമ്മൾ എല്ലാ ആത്മാക്കൾക്കും അത് അച്ഛനാണ്. ആര്? പരംപിത പരമാത്മാവ്, അല്ലെ, നമ്മളെല്ലാ ആത്മാക്കളുടെയും അച്ഛനാണ് പരമാത്മാവ്. वह भी बिंदु रूप ही है, उनमें सृष्टि के आदि मध्य अंत का ज्ञान है. ബാബ പറയാണ്, ആ പരംപിത പരമാത്മാവും ബിന്ദു സ്വരൂപനാണ്. ആ പരംപിത പരമാത്മാവിൽ തന്നെയാണ് സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിന്റെ ജ്ഞാനം ഉള്ളത്. യഹ് നോളേജ് ബി തുംകോ അബി മിലി ഹേ. ഈ ജ്ഞാനം ഇപ്പോൾ നിങ്ങൾക്കും കിട്ടിയിരിക്കുകയാണ്, അല്ലെ. ബാബ വന്ന് നമ്മൾ കുട്ടികൾക്ക് ഈ ജ്ഞാനം, സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിന്റെ രഹസ്യം മുഴുവനും ബാബ നമുക്ക് മനസ്സിലാക്കി തന്നു. അതുകൊണ്ട് ബാബ പറയാണ്, ഈ ജ്ഞാനം ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്കും കിട്ടിയിരിക്കുകയാണ്. പഹലെ സരാബി യഹ് ജ്ഞാൻ നഹീദ. ആദ്യം ഒരു എന്താ പറയാ, തീരെ ഈ ജ്ഞാനം നിങ്ങളിൽ ഉണ്ടായിരുന്നേ ഇല്ല എന്ന് പറയാ ബാബ. മനുഷ്യ സിർഫ് कहते रहते हैं ब्रह्मा विष्णु शंकर परंतु जानते कुछ भी नहीं. അതായത് മനുഷ്യര് കേവലം പറയുന്നുണ്ട് ബ്രഹ്മാവ് വിഷ്ണു ശങ്കരൻ എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ബാബ പറയാണ് ഇതിനെപ്പറ്റി ഒന്നും അറിയുന്നേ ഇല്ല എന്ന് പറയാം. തോ ഉനോം കോഹി സമജാനാ ഹേ. അപ്പൊ അതുകൊണ്ട് ബാബ പറയാണ്, നിങ്ങൾ അവർക്ക് കൂടി ഇത് മനസ്സിലാക്കി കൊടുക്കണം. ആരാണ് ബ്രഹ്മാവ് വിഷ്ണു ശങ്കരൻ, ഇതൊക്കെ ആരാണ് എന്നുള്ളത് നിങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണമെന്ന് ബാബ പറയാം. അബീത്തും സമജ്ദാർ ബനേ ഹോ. ഇപ്പൊ നിങ്ങൾ കുട്ടികള് വളരെയധികം വിവേകശാലികളായിട്ട് മാറിയിരിക്കുകയാണ്. ജാൻതേ ഹോ കി ബാപ്പ് ജ്ഞാൻ കാ സാഗർ ഹേ, ജോ ഹംകോ ജ്ഞാൻ സുനാത്തേ ഹേ പഠാത്തേ ഹേ. അപ്പൊ ബാബ പറയാണ്, നിങ്ങൾ കുട്ടികൾക്കറിയാം അതായത് ബാബ ജ്ഞാനത്തിന്റെ സാഗരനാണ്.
ആ ബാബ തന്നെയാണ് നമുക്ക് ഈ ജ്ഞാനം കേൾപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതും എല്ലാം ആ ബാബ തന്നെയാണ്. യഹ് രാജयोग है ही सत्ययुग नई दुनिया के लिए तो जरूर पुरानी दुनिया का विनाश होना चाहिए. ബാബ പറയാണ് ഈ രാജയോഗം എന്തിനു വേണ്ടിയിട്ടാണ്? സത്യയുഗം, അതായത് പുതിയ ലോകത്തിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ രാജയോഗം. അപ്പൊ അതുകൊണ്ട് ബാബ പറയാണ് തീർച്ചയായും ഈ പഴയ ലോകത്തിന്റെ വിനാശം നടക്കുക തന്നെ വേണം അല്ലെ? കാരണം ബാബ നമ്മളെ പഠിപ്പിക്കുന്നത് പുതിയ ലോകത്തിലേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പഴയ ലോകം തീർച്ചയായിട്ടും വിനാശമാകേണ്ടതുണ്ട് എന്ന് ബാബ പറയാ. ഉസ്കേ ലിയേ യഹ് മഹാഭാരത ലഡായി ഹേ, അതിനുവേണ്ടി തന്നെയാണ് ഈ മഹാഭാരത യുദ്ധമെന്ന് ബാബ പറയാ. ആദാ കൽപ് സെ ലേക്കർ തും ഭക്തി മാർഗക്കെ ശാസ്ത്ര പഠിത്തേ ആയേ ഹോ. അപ്പൊ ബാബ പറയാണ് അരക്കൽപ്പം മുതലായി നിങ്ങൾ ഈ ഭക്തി മാർഗത്തിലെ ശാസ്ത്രങ്ങളെല്ലാം പഠിച്ചു വരികയാണ്. അബ് തോ ബാപ്പ് സെ ഡയറക്റ്റ് സുൻതേ ഹോ, ഇപ്പൊ നിങ്ങൾ കുട്ടികൾ ബാബയിൽ നിന്നും ഡയറക്റ്റ് കേൾക്കുകയാണ് എന്ന് ബാബ പറയാ. ബാപ്പ് കോയി ശാസ്ത്ര നെഹി ബൈഠ്കർ സുനാത്തേ ഹേ, ബാബയാണെങ്കിലോ ബാബ ഇരുന്ന് ഈ ശാസ്ത്രങ്ങളൊന്നുമല്ല പഠിപ്പിക്കുന്നത്. ജബ് തബ് കർണ ശാസ്ത്ര ആദി പഠന യഹ് സബ് ഭക്തി ഹേ. ബാബ പറയാണ് ജപം തപം മുതലായവ ചെയ്യുക, അതുപോലെ ശാസ്ത്രങ്ങൾ പഠിക്കുക, ഇതെല്ലാം ഏതിലത്തെ കാര്യമാണ്? ഭക്തി മാർഗത്തിലെ കാര്യമാണെന്ന് ബാബ പറയാ. अब भक्तों को भक्ति का फल चाहिए क्योंकि मेहनत करते ही है भगवान से मिलने के लिए. അപ്പൊ ബാബ പറയാണ് ഇപ്പോ ഭക്തർക്ക് ഭക്തിയുടെ ഫലം വേണം. കാരണം എന്തുകൊണ്ടാ? അവര് പരിശ്രമിക്കുന്നത് തന്നെ എന്തിനാണ്? ഭക്തി മാർഗത്തില് ഭഗവാനെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് ഭക്തർക്ക് തീർച്ചയായിട്ടും ഭക്തിയുടെ ഫലം വേണം. പരന്തു ജ്ഞാൻ സേഹേ സദ്ഗതി, പക്ഷെ ബാബ പറയാണ് ഇത് ഈ ജ്ഞാനത്തിലൂടെയാണ് സദ്ഗതി ഉണ്ടാവുക. ഭക്തിയിലൂടെയല്ല, ജ്ഞാനത്തിലൂടെയാണ് സദ്ഗതി ഉണ്ടാവുക എന്ന് ബാബ പറയാം. ജ്ഞാൻ ഓർ ഭക്തി ദോനോ ഇക്കട്ടെ ചൽ നാ സകെ. അപ്പൊ ബാബ പറയാണ് ജ്ഞാനം അതുപോലെ ഭക്തി രണ്ടും ഒരുമിച്ച് പോവുക സാധ്യമല്ല എന്ന് ബാബ പറയാം. അബിഹേഹി ഭക്തി കാ രാജ്യ. അപ്പൊ ബാബ പറയണത് ഇപ്പോഴാണെങ്കിലോ ഭക്തിയുടെ രാജ്യമാണ്. സബ് ഭക്തി ഹേ, ബാബ പറയണത് എല്ലാവരും ഭക്തരാണ്. ഹർ ഏക് കെ മുഖ് സേ ഓ ഗോഡ് ഫാദർ സരൂർ നിക്കലേഗ. ബാബ പറയാണ് എല്ലാവരുടെയും മുഖത്തിലൂടെ എന്താണ് പറയുന്നത്? ഓ ഗോഡ് ഫാദർ എന്ന് പറയുന്നുണ്ട്. അബ് തും ബച്ചേ ജാൻതേ ഹോ कि बाप ने अपना परिचय दिया है कि मैं छोटी बिंदु हूं. അപ്പൊ ബാബ പറയാണ് ഇപ്പൊ നിങ്ങൾ കുട്ടികൾക്കറിയാം, അതായത് ബാബ വന്ന് ബാബയുടെ സ്വയം പരിചയം ബാബ തന്നു കഴിഞ്ഞു. അതായത് ബാബ എന്താ പറഞ്ഞേ? മേ ചോട്ടി ബിന്ദു ഹൂം, ഞാനും ഒരു ചെറിയ ബിന്ദു സ്വരൂപമാണ്. ആ ഒരു അറിവ് ബാബ നമുക്ക് തന്നു കഴിഞ്ഞു. മുജേ ഹി ജ്ഞാൻ കാ സാഗർ കഹത്തെ ഹേ, അതായത് എന്നെ തന്നെയാണ് ജ്ഞാനസാഗരൻ എന്ന് പറയുന്നത്. മുജ് ബിന്ദു മേം സാരാ ജ്ഞാൻ ഭരാ ഹുവാ ഹേ. അപ്പൊ ബാബ പറയാണ് ഞാൻ ഈ ബിന്ദു സ്വരൂപനാണ്, ഞാൻ ബിന്ദുവിൽ തന്നെയാണ് ഈ മുഴുവൻ ജ്ഞാനവും അടങ്ങിയിരിക്കുന്നത്. അതായത് ബാബ ബിന്ദു സ്വരൂപനാണ്, ആ ബിന്ദുവിൽ തന്നെയാണ് ഈ സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിന്റെ ഫുള്ളും എല്ലാ നോളജും ആ ബിന്ദുവിൽ തന്നെയാണ് അടങ്ങിയിരിക്കുന്നതെന്ന് ബാബ പറയാം. ആത്മാ മേം ഹി നോളജ് രഹത്തി ഹെ, ആത്മാവിൽ തന്നെയാണ് നോളജ് ഇരിക്കുന്നത് അല്ലെ? ഇപ്പൊ നമ്മൾ കേൾക്കുന്നുണ്ട് ഈ ജ്ഞാനം, ഈ ജ്ഞാനം നമ്മളിലും എവിടെയാണ്? ആത്മാവിലാണ് ഇരിക്കുന്നത്. അതാ ബാബ പറയുന്നത്. അബി തും ബച്ചേ സമജ്തേ ഹോ കി ഉൻകോ പരംപിത പരമാത്മാ കഹാ ജാതാ ഹെ. ഇപ്പൊ നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലായി, അതായത് ബാബയെ എന്താ പറയാ? പരംപിത പരമാത്മാ. वह है सुप्रीम सोल अर्थात सबसे ऊंचते ऊंच पदीद पावन बाप ही सुप्रीം है ना. ബാബ പറയാണ് ബാബയെ എന്താ പറയാ? സുപ്രീം സോൾ. ഇപ്പൊ നമ്മള് സോൾ ആണെങ്കിൽ ബാബ സുപ്രീം സോൾ ആണ്. ഇപ്പൊ സുപ്രീം സോൾ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അതായത് ഏറ്റവും ഉയർന്നതിലും ഉയർന്നത്, പതീത പാവനൻ,
അതൊക്കെയാണ് സുപ്രീം സോളിന്റെ അർത്ഥം. അങ്ങനെയുള്ള ബാബ സുപ്രീം തന്നെ ആയിരിക്കില്ലേ എന്ന് ബാബ പറയാം. മനുഷ്യ ഹേ ഭഗവാൻ കഹേങ്കെ തോ ശിവലിംഗ ഹി യാദ് പടേക. അപ്പൊ മനുഷ്യരാണെങ്കിലോ ഭഗവാൻ എന്ന് പറയുമ്പോൾ ശിവലിംഗത്തെ ഓർമ്മിക്കുന്നുണ്ട്. വഹുബി യഥാർത്ഥ രീതി സെ നഹി. പക്ഷെ ബാബ പറയാണ് അതും യഥാർത്ഥ രീതിയിലല്ല ഓർമ്മിക്കുന്നത് എന്ന് ബാബ പറയാം. ഏക് ജൈസെ ഹി ആദത് പഡ് ഗയി ഹേ കി ഭഗവാൻ കോ യാദ് കർണ ഹേ. ബാബ പറയാണ് അതായത് ഇങ്ങനെ ഒരു ശീലം ഉണ്ടായി വന്നു, അതായത് ഭഗവാനെ ഓർമ്മിക്കണം, അങ്ങനെ ഒരു ശീലം ഉണ്ടായി വന്നു. ഭഗവാൻ ഹി സുഖ് ദുഃഖ് ദേത്താ ഹേ. മനുഷ്യരെന്താ പറയുന്നത്? ഭഗവാൻ തന്നെയാണ് സുഖവും ദുഃഖവും എല്ലാം തരുന്നത്. അബി തും ബച്ചേ എസെ നഹി കഹേങ്കെ. ഇപ്പൊ നിങ്ങൾ കുട്ടികൾ ഇങ്ങനെ പറയില്ല, അതായത് സുഖവും ദുഃഖവും തരുന്നത് ഭഗവാനാണ് എന്ന് നമ്മൾ കുട്ടികൾ പറയില്ല എന്ന് ബാബ പറയാം. തും ജാൻതേ ഹോ കി ബാപ്പ് കോ സുഖദാതാ ഹേ. നിങ്ങൾക്കറിയാം, അതായത് ബാബ സുഖദാതാവാണ് അല്ലെ. ദുഃഖം ഒരിക്കലും ബാബ തരില്ല, ബാബ സുഖദാതാവാണ്. സത്യയുഗമേം സുഖദാംദ. സത്യയുഗത്തിൽ സുഖധാമമായിരുന്നു. വഹാം ദുഃഖ കാ നാം നഹി ഥാ. അതായത് സത്യയുഗത്തിൽ ദുഃഖത്തിന്റെ പേര് പോലും ഉണ്ടായിരുന്നില്ല. കലിയുഗമേം ഹേ ഹി ദുഃഖ് യഹാം സുഖ കാ നാം ഹി നഹി. ബാബ പറയാണ് കലിയുഗത്തിലാണെങ്കിലോ ദുഃഖമാണ്, ഈ കലിയുഗത്തില് സുഖത്തിന്റെ പേര് പോലുമില്ല. ഊഞ്ചത്തെ ഊഞ്ച് ഭഗവാൻ വഹ് ഹേ സർവ ആത്മാവോം കാ ബാപ്പ്. അതായത് ഉയർന്നതിലും ഉയർന്നത് ഭഗവാനാണ്. ആ ഭഗവാൻ തന്നെയാണ് സർവ ആത്മാക്കളുടെയും അച്ഛൻ. യഹ് കിസ്കോ പത്താ നഹി ഹേ കി ആത്മാവോം കാ ബാപ്പ് ബി ഹേ കഹത്തെ ബി ഹേ ഹം സബ് ബ്രദേഴ്സ് ഹേ. ബാബ പറയാണ് ഇതും ആർക്കും അറിയില്ല, അതായത് ആത്മാക്കൾക്ക് അച്ഛനുണ്ട് എന്നുള്ള കാര്യം ആർക്കും അറിയില്ല. പക്ഷെ പറയുന്നുണ്ട് ഞങ്ങളെല്ലാവരും സഹോദരന്മാരാണ് എന്ന് പറയുന്നുണ്ട്. തോ സരൂർ സബ് ഏക് ബാപ്പ് കെ ബച്ചേ ടഹരേന. ബാബ പറയാണ് നിങ്ങളെല്ലാവരും പരസ്പരം സഹോദരങ്ങളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരച്ഛന്റെ കുട്ടികളായിരിക്കുമല്ലോ എന്ന് ബാബ പറയാം. കോയി ഫിർ കഹ് ദേത്തേ കി വഹ് തോ സർവവ്യാപി ഹേ തേരെ മേം ബി ഹേ മേരെ മേം ബി ഹേ. ബാബ പറയാണ് ചിലരിങ്ങനെയും പറയും, അതായത് ഭഗവാൻ സർവവ്യാപിയാണ്, അതായത് നിന്നിലുമുണ്ട് എന്നിലുമുണ്ട്, അങ്ങനെ പറയുമല്ലോ, സർവവ്യാപിയാണ് ഭഗവാൻ എന്ന് പറയും. ബാബ പറയാണ് അരേ തും തോ ആത്മാ ഹോ യഹ് തുമാരാ ശരീർ ഹേ ഫിർ തീസരി ചീസ് കൈസേ ഹോ സക്തി ഹേ. ബാബ പറയാണ് നിങ്ങൾ ആത്മാക്കളാണ്, ഇത് നിങ്ങളുടെ ശരീരമാണ്, പിന്നെ മൂന്നാമതൊരു വസ്തു എങ്ങനെ ഉണ്ടാകാനാണെന്ന് ബാബ പറയാം. ആത്മാക്കോ പരമാത്മ തോടേ ഹി കഹേങ്കെ. അതായത് ആത്മാവിനെ ഒരിക്കലും പരമാത്മാവെന്ന് പറയുകയില്ല എന്ന് ബാബ തീർത്തും പറയാണ്. ജീവാത്മാ കഹാ ജാതാ ഹേ. ജീവാത്മാവെന്ന് പറയും അല്ലെ. ആത്മാവ് ശരീരത്തിലിരിക്കുമ്പോൾ ജീവാത്മാവെന്ന് പറയും, പക്ഷെ ഒരിക്കലും പരമാത്മാവ് എന്ന് പറയില്ല എന്ന് ബാബ പറയാം. ജീവ് പരമാത്മാ നഹി കഹാ ജാതാ ഹേ. അല്ലെ, ജീവ ആത്മാന്ന് പറയും, പക്ഷെ ജീവ പരമാത്മാവ് എന്ന് പറയില്ല. ഫിർ പരമാത്മാ സർവവ്യാപി കൈസേ ഹോ സക്തേ. ബാബ പറയാണ് പിന്നെ എങ്ങനെയാണ് പരമാത്മാവ് സർവവ്യാപിയാവുക? ബാപ്പ് സർവവ്യാപി ഹോത്താ തോ ഫിർ ഫാദർഹുഡ് ഹോ ജാത്താ. ഫാദർ കോ ഫാദർ സേ വർഷ തോടെ ഹി മിലേഗ. ബാബ പറയാണ് ബാബ സർവവ്യാപിയാണെങ്കിൽ പിന്നെ എല്ലാവരും അച്ഛന്മാരായില്ലേ. അച്ഛനിൽ നിന്ന് സമ്പത്ത് ലഭിക്കില്ലല്ലോ. ബാബ എന്താ പറയുന്നത്? ബാപ്പ് സേ തോ ബച്ചാഹി വർഷാലേത്താ ഹേ. അതായത് അച്ഛനിൽ നിന്ന് കുട്ടിക്കാണ് സമ്പത്ത് ലഭിക്കുക, അച്ഛനിൽ സമ്പത്ത് ലഭിക്കില്ല, അച്ഛനിൽ നിന്ന് കുട്ടിക്കാണ് സമ്പത്ത് ലഭിക്കുക. സബ് ഫാദർ കൈസേ ഹോ സക്തേ ഹേ. എല്ലാവർക്കും എങ്ങനെ അച്ഛനാകാൻ കഴിയും? ഇപ്പൊ സർവവ്യാപി എന്ന് പറയുമ്പോൾ എല്ലാവരും അച്ഛന്മാരായില്ലേ എന്ന് ബാബ പറയാം. ഇത്തിനി ചോട്ടി സി ബാത്ത് ബി കോയി കി സമജ് മേ നഹി ആത്തി ഹേ. ബാബ പറയാണ് ഇത്രയും ചെറിയ കാര്യം പോലും ആരുടെയും ബുദ്ധിയിൽ വരുന്നില്ല എന്ന് ബാബ പറയാം. തബ് ബാപ്പ് കഹത്തെ ഹേ ബച്ചേ ഹംനെ ആജ് സേ 5000 വർഷ പഹലെ
तुमको कितना समझदार बनाया था തും എവർ ഹെൽത്തി വെൽത്തി സമജ്ദാർ ദേ. അപ്പം ബാബ പറയാണ്, കുട്ടികളെ, നിങ്ങളെ ഞാൻ ഇന്നേക്ക് 5000 വർഷം മുൻപ് നിങ്ങളെ ഞാൻ എത്ര വിവേകശാലികളാക്കി മാറ്റിയതായിരുന്നു. നിങ്ങൾ എവർ ഹെൽത്തിയും വെൽത്തിയും വിവേകശാലികളും അതുപോലെ തന്നെ വളരെ ആരോഗ്യശാലികളും വളരെ സമ്പന്നരും എല്ലാമായിരുന്നു എന്ന് ബാബ പറയാം. ഇസ്സെ ജാസ്തി സമജ്ദാർ കോയി ഹോ നഹി സക്ത. നിങ്ങളെക്കാളും വിവേകശാലികളായിട്ട് ആരും ഉണ്ടായിരുന്നില്ല എന്ന് ബാബ പറയാ. അത്രയും വിവേകശാലികളാക്കി മാറ്റിയതായിരുന്നു നമ്മൾ കുട്ടികളെ ബാബ 5000 വർഷത്തിനു മുൻപ്. തുംകോ അബി ജോ സമജ് മിൽത്തി ഹേ യഹ് ഫിർ വഹാം നഹി ഹോഗി. ബാബ പറയാണ്, നിങ്ങൾക്ക് ഇപ്പോൾ ഈ കിട്ടുന്ന ഈ വിവേകമുണ്ടല്ലോ, ഈ അറിവ്, അത് അവിടെ ഉണ്ടാകില്ല എന്ന് പറയാം. അതായത് സത്യയുഗത്തില് ഈ അറിവ് അവിടെ ഉണ്ടാകില്ല. വഹാം യഹ് തോടെ ഹി മാലൂം രഹ്താക്കി ഹം ഫിർ ഗിരേങ്കെ. അതുപോലെ ഈ ഒരു കാര്യം, അതായത് ഞങ്ങള് വീണ്ടും ഇനി താഴേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്നുള്ള ആ ഒരു അറിവും സത്യയുഗത്തിൽ ഉണ്ടായിരിക്കില്ല എന്ന് ബാബ പറയാം. യഹ് മാലൂം ഹോ തോ ഫിർ സുഖ് കി ബാസന ഹി നാ ആയേ. ബാബ പറയാണ്, ഇപ്പൊ നമ്മൾ സത്യയുഗത്തിലിരിക്കുമ്പോൾ നമുക്കറിയാണ് നമ്മൾ വീണ്ടും താഴേക്ക് പോകും, വീണ്ടും തമോ പ്രധാനമാകും, ഈ സുഖമെല്ലാം മാറി ദുഃഖത്തിലേക്ക് വരുമെന്ന അറിവ് അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ അവിടത്തെ സുഖം അനുഭവിക്കാൻ സാധിക്കില്ല എന്ന് ബാബ പറയാ. അതുകൊണ്ട് തന്നെ സത്യയുഗത്തിൽ നമുക്കറിയില്ല നമ്മൾ ഇതുപോലെ താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കും, നമ്മുടെ അവസ്ഥ താഴേക്കാകുന്നുള്ള കാര്യം സത്യയുഗത്തിൽ അറിയില്ല. അങ്ങനെ അറിയുകയാണെങ്കിൽ അവിടുത്തെ സുഖം അനുഭവിക്കാൻ സാധിക്കില്ലല്ലോ. അതാണ് ബാബ പറയുന്നത്. യഹ് ജ്ഞാൻ ഫിർ പ്രായലോഭ് ഹോ ജാത്താ ഹേ. ഈ ജ്ഞാനം പിന്നീട് പ്രായലോഭമായി പോകും. യഹ് ഡ്രാമ കാ ജ്ഞാൻ സിർഫ് അബി തുമാരി ബുദ്ധി മേം ഹേ. ബാബ പറയാണ്, ഈ ഡ്രാമയുടെ അറിവ് കേവലം നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിലാണ് ഉള്ളതെന്ന് ബാബ പറയാ. ബ്രാഹ്മൺ ഹി അധികാരി രഹത്തെ ഹേ. അതായത് ബ്രാഹ്മണരാണ് അധികാരികളായിട്ട് ഇരിക്കുന്നത്. തുമാരി ബുദ്ധി മേം ഹേ കി അബ് ഹം ബ്രാഹ്മൺ വർണ്ണ കെ ഹേ. അതായത് നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിലുണ്ട്, അതായത് ഇപ്പോൾ നമ്മൾ ബ്രാഹ്മണ വർണ്ണത്തിലേതാണ് എന്നുള്ള കാര്യം. ബ്രാഹ്മണോം കോ ഹി ബാപ്പ് ജ്ഞാൻ സുനാത്തേ ഹേ. ബാബ പറയാണ്, ബ്രാഹ്മണർക്ക് തന്നെയാണ് ബാബ ഈ ജ്ഞാനം പറഞ്ഞു തരുന്നത്. ബ്രാഹ്മൺ ഫിർ സബ്കോ സുനാത്തേ ഹേ. പിന്നീട് ആ ബ്രാഹ്മണരാണ് ബാക്കി എല്ലാവരെയും കേൾപ്പിക്കുന്നത്. ആദ്യം ബാബ നമ്മൾ ബ്രാഹ്മണ കുട്ടികൾക്ക് ബാബ ജ്ഞാനം തരും, പിന്നീട് നമ്മളാണ് മറ്റുള്ളവർക്കെല്ലാം ഇത് കേൾപ്പിക്കുന്നത് എന്ന് ബാബ പറയാം. ഗായൻ ബി ഹേ കി ഭഗവാനെ ആഖർ സ്വർഗ കി സ്ഥാപൻ കി ദി. അതായത് ഇങ്ങനെ മഹിമയും പാടുന്നുണ്ട്, അതായത് ഭഗവാൻ വന്ന് സ്വർഗത്തിന്റെ സ്ഥാപന ചെയ്തിട്ടുണ്ട്. രാജയോഗ സിക്കായാത, രാജയോഗവും പഠിപ്പിച്ചിട്ടുണ്ട്. देखो श्री कृष्ण जयंती मनाते हैं, समझते हैं कि श्री कृष्ण वैकुंठ का मालिक था. ബാബ പറയാണ്, നോക്കൂ, ശ്രീകൃഷ്ണ ജയന്തിയും ആഘോഷിക്കുന്നുണ്ട്, അതായത് മനസ്സിലാക്കുന്നുണ്ട് ശ്രീകൃഷ്ണൻ വൈകുണ്ഠത്തിന്റെ അധികാരിയായിരുന്നു, ഇത് മനസ്സിലാക്കുന്നുണ്ട്. പരന്തോ വഹ് വിശ്വക മാലിക് ദ യഹ് ബുദ്ധി മേം നഹിയാത്ത. പക്ഷേ ശ്രീകൃഷ്ണൻ വിശ്വത്തിന്റെ അധികാരിയായിരുന്നു എന്ന കാര്യം ബുദ്ധിയിൽ വരുന്നില്ല എന്ന് ബാബ പറയാം. ശ്രീകൃഷ്ണൻ വൈകുണ്ഠത്തിന്റെ അധികാരിയായിരുന്നു എന്നുള്ള കാര്യം അറിയാം, പക്ഷേ ശ്രീകൃഷ്ണൻ വിശ്വത്തിന്റെ അധികാരിയായിരുന്നു എന്നുള്ള കാര്യം ബുദ്ധിയിൽ വരുന്നില്ല എന്ന് ബാബ പറയാം. ജബ് ഉൻകാ രാജ്യത തോ ഓർ കോയി ധർമ്മ നഹീദ. ബാബ പറയാണ്, എപ്പോഴാണോ ശ്രീകൃഷ്ണന്റെ രാജ്യം ഉണ്ടായിരുന്നത് അപ്പോൾ വേറെ ഒരു ധർമ്മവും ഉണ്ടായിരുന്നില്ല. ഉൻകാഹി സാരെ വിശ്വപർ രാജ്യത. അതായത് മുഴുവൻ വിശ്വവും അതായത് ശ്രീകൃഷ്ണന്റേതായിരുന്നു. ശ്രീകൃഷ്ണൻ മുഴുവൻ വിശ്വത്തിന്റെയും അധികാരിയായിരുന്നു. ഓർ ജമുനാക്കെ കിനാരേത. അത് യമുന നദീ തീരത്തായിരുന്നു എന്ന് ബാബ പറയാം. അബ് തുംകോ യഹ് കോൻ സമജാ രഹേ ഹേ. ബാബ ചോദിക്കാണ്, ഇപ്പോൾ ഇതെല്ലാം നിങ്ങൾ കുട്ടികൾക്ക് ആരാണ് മനസ്സിലാക്കി തരുന്നത്?
ഭഗവാനുവാജ് അല്ലെ, ഭഗവാന്റെ വാക്കുകളാണിത്. ഭഗവാനാണ് നമ്മൾ കുട്ടികൾക്ക് ഇതെല്ലാം മനസ്സിലാക്കി തരുന്നത്. ബാക്കി വഹ് ജോ ബി വേദ ശാസ്ത്ര ആദി സുനാത്തെ വഹ് ഹേ ഭക്തി മാർഗക്കെ. ബാബ പറയാണ്, പിന്നീട് ആരൊക്കെയാണോ ഈ വേദശാസ്ത്രങ്ങളെല്ലാം നിങ്ങളെ കേൾപ്പിക്കുന്നത് അതെല്ലാം ഭക്തി മാർഗത്തിലേതാണെന്ന് ബാബ പറയാം. യഹാം തോ ഖുദ് ഭഗവാൻ തുംകോ സുനാ രഹേ ഹേ. ഇവിടെയാണെങ്കിലോ സ്വയം ഭഗവാനാണ് നിങ്ങൾ കുട്ടികൾക്ക് ഇതെല്ലാം കേൾപ്പിക്കുന്നത്. അബി തും സമജ്തേ ഹോ ഹം പുരുഷോത്തം ബൻ രഹേ ഹേ. ഇപ്പൊ നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലായി, അതായത് നമ്മൾ പുരുഷോത്തമന്മാരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തും ഹോ ഹി യഹ് ബുദ്ധി മേം ഹേ कि हम शांति धाम के रहने वाले हैं, फिर हम आकर 21 ജന്മോं की പ്രാലബ്ധ ഭോഗेंगे. ബാബ പറയാണ്, ഇപ്പോൾ നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിലുണ്ട്, അതായത് നമ്മൾ ശാന്തിധാമത്തിൽ നിവസിക്കുന്നവരാണ്. പിന്നീട് നമ്മൾ ശാന്തിധാമത്തിൽ നിന്നും ഇവിടേക്ക് വന്ന് 21 ജന്മം നമുക്ക് ഈ പ്രാലബ്ധം നമ്മൾ അനുഭവിക്കും അല്ലെ. അത്രയും സുഖ സമ്പൽ സമൃദ്ധി നമ്മൾ 21 ജന്മം നമ്മൾ അനുഭവിക്കും എന്ന് ബാബ പറയാം. തും ബച്ചോം കോ അന്തർ മേം ഖുശി സെ ഗദ്ഗദ് ഹോനാ ചാഹിയേ കി ബേഹദ് കാ ബാബ ശിവ ബാബ ഹംകോ പഠാ രഹേ ഹേ, വഹ് ജ്ഞാൻ കാ സാഗർ ഹേ, സൃഷ്ടി കെ ആദി മധ്യ അന്ത് കോ ജാൻതാ ഹേ. അതായത് ബാബ പറയാണ്, നിങ്ങൾ കുട്ടികളുടെ ഉള്ളിൽ സന്തോഷത്താൽ ഗദ്ഗദം വരണമെന്ന് പറയാം. അതായത് പരിധിയില്ലാത്ത അച്ഛൻ ശിവബാബ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഭഗവാൻ ജ്ഞാനത്തിന്റെ സാഗരനാണ്, സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തെ മുഴുവൻ അറിയുന്നവനാണ്. അപ്പോൾ ആ ഒരു സന്തോഷം, കാരണം ഭഗവാനാണ് എന്നെ പഠിപ്പിക്കുന്നത്, ആ ഒരു സന്തോഷത്താൽ ഗദ്ഗദം വരണമെന്ന് ബാബ പറയാ. ഏസാ ബാബ ഹമാരെ ലിയേ ആയാ ഹേ തോ ഖുശി മേ ഗുദ്ഗുദി ഹോത്തി ഹേ. ഇങ്ങനെയുള്ള അച്ഛൻ നമ്മൾക്ക് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് സന്തോഷം കൊണ്ട് അത്രയും ഗദ്ഗദം ഉണ്ടായിരിക്കണം, കാരണം സ്വയം ഭഗവാൻ അല്ലെ നമ്മുടെ അച്ഛനാണ്. ആ അച്ഛനാണ് നമുക്ക് വേണ്ടി വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എത്രമാത്രം സന്തോഷം ഉണ്ടായിരിക്കണം എന്ന് ബാബ പറയാ. ബാബാക്കോ കഹത്തെ ഹേ ബാബ ഹംനെ ആപ്കോ അപ്പന വാരിസ് ബനായാ ഹേ. അതായത് ബാബയോട് കുട്ടികൾ ഇങ്ങനെ പറയും, ബാബ ഞങ്ങൾ അങ്ങയെ ഞങ്ങളുടെ അവകാശിയാക്കി മാറ്റിയിരിക്കുന്നു. അങ്ങനെയും പറയും കുട്ടികള്. ബാപ്പ് ബച്ചോം പർ വാരി ജാത്ത ഹേ. ബാബയാണെങ്കിലോ കുട്ടികളുടെ മേൽ സമർപ്പണമായിരിക്കുകയാണ്. ബച്ചേ ഫിർ കഹത്തെ ഹേ കി ഭഗവാൻ ആപ്പ് ജബ് ആയേങ്കെ तो हम आप पर वारी जाएंगे അർത്ഥാത് ബച്ച ബനായേങ്കെ. പിന്നീട് കുട്ടികൾ ഇങ്ങനെ പറയും, അതായത് ഭഗവാനെ അങ്ങ് എപ്പോഴാണ് വരിക അപ്പോൾ ഞങ്ങൾ അങ്ങയിൽ സമർപ്പണമാകും. അർത്ഥം എന്താണ്? ഞങ്ങൾ അങ്ങയുടെ കുട്ടികളായിട്ട് മാറും. അത് കുട്ടികളും പറയുന്നുണ്ട്. യഹ് ബി അപ്പനെ ബച്ചോം കോഹി വാരിസ് ബനാത്തേ ഹേ. അല്ലെ, കുട്ടികളെ തന്നെയല്ലേ നമ്മൾ അവകാശികളാക്കി മാറ്റുക. ബാബാക്കോ വാരിസ് കൈസേ ബനായെങ്കിൽ, അച്ഛനെ അതായത് ബാബയെ എങ്ങനെയാണ് നമ്മൾ അവകാശിയാക്കി മാറ്റുക? യഹ് ബി ഗുപ്ത് ബാത്ത് ഹേ. ബാബ പറയാണ്, ഇത് വളരെ ഗുഹ്യമായ ഒരു കാര്യമാണ് എന്ന് ബാബ പറയാ. അപ്പന സബ് കുച്ച് എക്സ്ചേഞ്ച് കർണ ഇസ്മേം ബുദ്ധി കാ കാം ഹേ. അതായത് നമ്മുടേത് എന്തൊക്കെയുണ്ടോ അതെല്ലാം എക്സ്ചേഞ്ച് ചെയ്യുക, ബാബയ്ക്ക് കൈമാറുക. ഇത് ബുദ്ധിയുടെ കാര്യമാണ് എന്ന് ബാബ പറയാം. ഗരീബ് തോ ജട്ട് എക്സ്ചേഞ്ച് കർ ലേങ്കെ, സാഹുക്കാർ മുഷ്കിൽ കരേങ്കെ. ബാബ പറയാണ്, ആരാണോ ദരിദ്രനായിരിക്കുന്നവര് അവര് പെട്ടെന്ന് തന്നെ എല്ലാം എക്സ്ചേഞ്ച് ചെയ്യും. ധനവാന്മാർക്കാണെങ്കിലോ കുറച്ച് ബുദ്ധിമുട്ടാണ്. മുഴുവനായിട്ട് ബാബയ്ക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് ധനവാന്മാർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ ദരിദ്രരെ പെട്ടെന്ന് ചെയ്യുന്ന ബാബ പറയാ. ജബ് തക്ക് കി പൂരി രീതി ജ്ഞാൻ ന ഉടാവേ. അതായത് മുഴുവനായിട്ടുള്ള ജ്ഞാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ സമ്പന്നർക്ക് ബുദ്ധിമുട്ടില്ല. അതുവരെ അവർക്ക് കൊടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് ബാബ പറയാം. ഇത്തിനി ഹിമ്മത്ത് നെഹി രഹത്തി, അതായത് ധൈര്യമില്ല, അതാണ് ബാബ പറയുന്നത്. ഗരീബ് തോ ജഡ് കഹ് ദേത്തെ ബാബ
हम तो आपको ही वारिस बनाएंगे ഹമാരെ പാസ് രേഖ് ഹി ക്യാ ഹേ. ബാബ പറയാണ്, ദരിദ്രരെന്താ പറയാ, ബാബ ഞങ്ങൾ അങ്ങയെ തന്നെ ഞങ്ങളുടെ അവകാശിയാക്കും. ഞങ്ങളുടെ കയ്യിൽ എന്താണുള്ളത്? വാരിസ് ബനാക്കർ ഫിർ ശരീർ നിർവാഹ് ബി അപ്പന കർണാ ഹേ. അതായത് ബാബയെ നമ്മൾ അവകാശിയാക്കി മാറ്റണം, പക്ഷേ നമ്മൾ സ്വയം ശരീര നിർവാഹാർത്ഥം കാര്യങ്ങൾ ചെയ്യും വേണം എന്ന് ബാബ പറയാം. സിർഫ് ട്രസ്റ്റി സമജ്കർ രഹനാ ഹേ. ബാബ എന്താ പറഞ്ഞു തരുന്നത്? അതായത് ട്രസ്റ്റി ആയിട്ടിരിക്കണം, അല്ലെ, ട്രസ്റ്റി ആയിട്ട് സംരക്ഷിക്കണം. അതാണ് ബാബ മനസ്സിലാക്കി തരുന്നത്. യുക്തിയാം ബഹുത്ത് ബത്താത്തെ രഹത്തെ ഹേ. അതായത് എങ്ങനെയാണ് നമ്മൾ ബാബയെ അവകാശിയാക്കി മാറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള യുക്തികളെല്ലാം ബാബ നമുക്ക് ധാരാളം തരുന്നുണ്ട്, ധാരാളം ബാബ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ബാബ തോ സിർഫ് ദേഖ്തേ ഹേ കി കോയി പാപ കർമ്മമേൻ തോ പൈസേ ഖരാബ് നഹി കർത്തേ ഹേ. ബാബ ഇതും ചെക്ക് ചെയ്യുന്നുണ്ട്, ബാബ നോക്കാണ്. അതായത് കുട്ടികൾ ഏതെങ്കിലും പാപകർമ്മത്തിനു വേണ്ടി പൈസ നശിപ്പിക്കുന്നുണ്ടോ, അല്ലെ, അതും ബാബ ചെക്ക് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും പാപകർമ്മത്തിന് വേണ്ടിയിട്ട് കുട്ടികൾ പൈസ നഷ്ടപ്പെടുത്തുന്നുണ്ടോ? മനുഷ്യക്കോ പുണ്യ ആത്മ ബനാനേമേം പൈസ ലഗാത്തേ ഹേ. അതായത് മനുഷ്യനെ പുണ്യ ആത്മാവാക്കി മാറ്റുന്ന കാര്യത്തില് പൈസയെല്ലാം അവർ ചെലവഴിക്കുന്നുണ്ടോ, അതോ മോശമായ കാര്യത്തിൽ ചെലവഴിക്കുന്നുണ്ടോ? ഇതെല്ലാം ബാബ നോക്കുന്നുണ്ട്. സർവീസ് ബി കായദേ സിർ കർത്തേ ഹേ. അതായത് അതുപോലെ ബാബ ഇതും നോക്കുന്നുണ്ട്. സേവനങ്ങളെല്ലാം അതായത് നിയമപ്രകാരമാണോ ചെയ്യുന്നത്, അതും ബാബ നോക്കുന്നുണ്ട്. യഹ് പൂരി ജാഞ്ച് കരേങ്കെ ഫിർ സബ് റായ് ദേങ്കെ. ബാബ ഇതെല്ലാ കാര്യങ്ങളും നോക്കും, എന്നിട്ടാണ് ബാബ നമുക്ക് നിർദ്ദേശങ്ങൾ തരുന്നത്, അല്ലെ. കുട്ടികള് തെറ്റായ രീതിയിൽ പൈസ ചെലവാക്കുന്നുണ്ടോ, ശരിയായ രീതിയിലാണോ, അതുപോലെ നിയമപ്രകാരമാണോ സേവനം ചെയ്യുന്നത്, ഇതെല്ലാം ബാബ ചെക്ക് ചെയ്യും. പിന്നീട് ബാബ എന്ത് കൊടുക്കും? നിർദ്ദേശങ്ങൾ കൊടുക്കും. യഹ് ബി ദന്തേമേം ഈശ്വരാർത്ഥ നിക്കൽത്തേ ദേ. അപ്പൊ ബാബ പറയാണ്, ഈ ബ്രഹ്മ ബാബയും ജോലി ചെയ്തിരുന്ന സമയത്ത് ഈശ്വരാർത്ഥം കൊടുത്തിരുന്നു. വഹുത്തോദ ഇൻഡയറക്റ്റ്, അത് ഇൻഡയറക്റ്റ് ആയിട്ടായിരുന്നു എന്ന് പറയാ. അബി ബാപ്പ് ഡയറക്റ്റ് ആയേ ഹേ. ഇപ്പോ ഭഗവാനാണെങ്കിലോ അച്ഛനാണെങ്കിലോ ഡയറക്റ്റ് വന്നിരിക്കുകയാണ്. മനുഷ്യ സമജ്തേ ഹേ ഹം ജോ കുച്ച് കർത്തേ ഹേ ഉൻകാ ഫൽ ഈശ്വർ ദൂസരാ ജന്മമേ ദേത്തേ ഹേ. അപ്പൊ ബാബ പറയാണ്, മനുഷ്യരിങ്ങനെ മനസ്സിലാക്കുന്നുണ്ട്, അതായത് നമ്മൾ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതിന്റെ ഫലം ഈശ്വരൻ അടുത്ത ജന്മത്തിൽ തരും എന്നുള്ള കാര്യം മനുഷ്യരെ മനസ്സിലാക്കുന്നുണ്ട്. കോയി ഗരീബ് ദുഃഖി ഹേ തോ സമജേങ്കെ കർമ്മ ഹി ഏസാ കിയാ ഹുവാ ഹേ. ആരെങ്കിലും അതായത് ദരിദ്രരായിട്ട് ദുഃഖിയായിട്ടിരിക്കുമ്പോൾ അവർക്കും ഇത് മനസ്സിലാക്കുന്നുണ്ട്, അതായത് ഞാൻ ഇങ്ങനെയുള്ള മോശമായ എന്തെങ്കിലും കർമ്മം ചെയ്തിട്ടുണ്ടാകും, അതുകൊണ്ടാണല്ലോ എനിക്ക് ഈ ജന്മം ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നത്, അതും മനസ്സിലാക്കുന്നുണ്ട്. അച്ഛേ കർമ്മ കിയാ ഹേ തോ സുഖി ഹേ. ബാബ പറയാണ്, നല്ല കർമ്മമാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സുഖിയായിട്ടിരിക്കും. അപ്പൊ എന്തെങ്കിലും ദുഃഖമോ പ്രശ്നമോ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കണം, നമ്മുടെ തന്നെ കർമ്മത്തിന്റെ ഫലമാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ദുഃഖം കൊടുക്കുകയോ മോശമായ എന്തെങ്കിലും കർമ്മം ചെയ്യുകയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെയുള്ള അനുഭവവും വരുന്നത്. അത് മനസ്സിലാക്കണമെന്ന് ബാബ പറയാം. बाप तुम बच्चों को कर्म की गति पर समझाता है. രാവൺ രാജ്യമേം തുമാരെ സബ് കർമ്മ വികർമ്മ ഹി ഹോ ജാത്തെ ഹേ. അതായത് ബാബ നിങ്ങൾ കുട്ടികൾക്കും ഈ കർമ്മത്തിന്റെ ഗതിയെക്കുറിച്ചും മനസ്സിലാക്കി തരുന്നുണ്ട്. അതായത് ബാബ പറയാണ്, ഈ രാവണ രാജ്യത്തില് നിങ്ങളുടെ എല്ലാ കർമ്മവും വികർമ്മം തന്നെയായിരിക്കുമെന്ന് ബാബ പറയാ. സത്യയുഗ് ഓർ ത്രേതാമേം രാവൺ ഹി നെഹി ഇസ്ലിയെ വഹാം കോയി കർമ്മ വികർമ്മ നെഹി ഹോത്താ ഹേ. അപ്പൊ ബാബ പറയാണ്, സത്യയുഗത്തിലും അതുപോലെ ത്രേതായുഗത്തിലും രാവണനില്ല. രാവണനില്ല അർത്ഥം വികാരങ്ങളില്ല. അതുകൊണ്ട് തന്നെ ബാബ പറയാണ്, അവിടെ ഒരു കർമ്മവും വികർമ്മമായി മാറുന്നില്ല, അല്ലെ. വികാരങ്ങളിലൂടെ ചെയ്യുന്ന കർമ്മമാണ് വികർമ്മമായി മാറുന്നത്. അപ്പൊ അവിടെയാണെങ്കിലോ വികാരങ്ങളില്ലാത്തത് കൊണ്ട് ബാബ പറയാണ്, അവിടത്തെ ഒരു കർമ്മവും വികർമ്മമായിട്ട് മാറുന്നില്ല.
यहाँ जो अच्छे कर्म करते हैं उनका अल्पकाल के लिए सुഖ मिलता है. അപ്പൊ ബാബ പറയാണ് ഇവിടെ ഈ ഈ ഈ കലിയുഗത്തിൽ നമ്മൾ ഇപ്പൊ നല്ല കർമ്മം ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഫലം നമുക്ക് അല്പകാലം നമുക്ക് സുഖം ലഭിക്കും എന്ന് ബാബ പറയാം. फिर भी कोई ना कोई रोग किटपीट तो रहती ही है क्योंकि अल्पकाल का सुख है. അപ്പൊ ബാബ പറയാണ് അല്പകാല സുഖമെല്ലാം നമുക്ക് ലഭിക്കും. പക്ഷെ ബാബ പറയാണ് പിന്നീട് ചെറിയ ചെറിയ രോഗപീഠകളൊക്കെ ഉണ്ടാകും. അതെന്തുകൊണ്ടാണ്? കാരണം അല്പകാല സുഖമല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്ന കർമ്മം, നല്ല കർമ്മത്തിന് അല്പകാല സുഖം ലഭിക്കുമെങ്കിലും പിന്നീടും രോഗങ്ങളും പീഡനങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതെന്തുകൊണ്ടാണ്? അല്പകാല സുഖമല്ലേ എന്ന് ബാബ പറയാം. അബി ബാപ്പ് കഹത്തെ ഹേ യഹ് രാവൺ രാജ്യ ഹി കദം ഹോന ഹേ. ഇപ്പൊ ബാബ എന്താ പറയുന്നത്? ഈ രാവണ രാജ്യം തീർച്ചയായിട്ടും അവസാനിക്കേണ്ടതായിട്ടുണ്ട്. രാമരാജ്യ കി സ്ഥാപന ശിവബാബ കർ രഹേ ഹേ. അപ്പൊ ബാബ പറയാണ് രാമരാജ്യത്തിന്റെ സ്ഥാപന ആരാണ് ചെയ്യുന്നത്? ശിവബാബ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് ബാബ പറയാം. തും ജാൻതേ ഹോ യഹ് ചക്ര കൈസേ ഫിർത്താ ഹേ. അപ്പൊ ബാബ പറയാണ് നിങ്ങൾ കുട്ടികൾക്കറിയാം ഈ ചക്രം, അതായത് ഈ സൃഷ്ടിയുടെ ചക്രം എങ്ങനെയാണ് കറങ്ങുന്നത് എന്ന് നിങ്ങൾ കുട്ടികൾക്കറിയാം. ഭാരത് ഹി ഫിർ ഗരീബ് ഹോ ജാത്താ ഹേ. ഭാരതം തന്നെയാണ് വീണ്ടും എന്തായി മാറുന്നത്? ദരിദ്രമായിട്ട് മാറുന്നത് എന്ന് ബാബ പറയാ. ഭാരത് ആജ് സെ 5 വർഷ പഹലെ സ്വർഗദ ഇൻ ലക്ഷ്മി നാരായൺ കാ രാജ്യദ. അപ്പൊ ബാബ പറയാണ് ഭാരതം ഇന്നേക്ക് 5000 വർഷത്തിന് മുൻപ് സ്വർഗമായിരുന്നു. ഈ ഭാരതത്തിൽ തന്നെയാണ് ഈ ലക്ഷ്മി നാരായണന്മാരുടെ രാജ്യവും ഉണ്ടായിരുന്നത്. പഹലെ ഗദ്ദി ഇൻകി ചലീതി, അതായത് ആദ്യത്തെ സിംഹാസനം ഇവരുടേതായിരുന്നു. അതായത് ലക്ഷ്മി നാരായണന്മാരുടെ രാജ്യമായിരുന്നു. ഭാരതം സ്വർഗമായിരുന്നു. ഇത് ബാബ നമുക്ക് മനസ്സിലാക്കി തരാണ്. ശ്രീകൃഷ്ണ പ്രിൻസ് ഫിർ സ്വയംവർ കിയാത്തോ രാജാബന. അതായത് ശ്രീകൃഷ്ണനാണെങ്കിൽ രാജകുമാരനായിരുന്നു, പിന്നീട് സ്വയംവരം ചെയ്തതിനു ശേഷം രാജാവായി മാറി. ശ്രീനാരായണൻ നാം പട, പിന്നീട് ശ്രീനാരായണൻ എന്ന് പേരും ലഭിച്ചു. യഹ് ബി തും അബി സമജ്തേ ഹോ തോ തുംകോ വണ്ടർ ലഗ്താ ഹേ. അപ്പൊ ബാബ പറയാണ് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ വളരെ അതിശയം തോന്നാണ് നിങ്ങൾക്കെന്ന് പറയാ ബാബ. ബാബ ആപ്പ് സാരേ രജത ഓർ രചന കി നോളേജ് സുനാത്തേ ഹോ. ഇത് കുട്ടികൾക്ക് വളരെ അതിശയകരമായിട്ട് പറയും. ബാബ താങ്കൾ ഞങ്ങൾ കുട്ടികൾക്ക് രചയിതാവിന്റെയും രചനയുടെയും എല്ലാ അറിവും ഞങ്ങളെ കേൾപ്പിക്കുകയാണ് എന്ന് കുട്ടികൾ പറയും. ആപ്പ് ഹംകോ കിത്തന ഊഞ്ച് പടാത്തേ ഹോ. അതായത് ബാബ അങ്ങ് ഞങ്ങളെ എത്ര ഉയർന്ന രീതിയിലാണ് പഠിപ്പിക്കുന്നത്. ബലിഹാർ ജാവും ഹംകോ തോ സിവായി ഏക് ബാപ്പ് കെ ഓർ കോയി കോ യാദ് നഹി കർണാ ഹേ. അതായത് നമ്മൾ കുട്ടികൾക്ക് ഒരേ ഒരു ബാബയെ മാത്രം, ആ ഒരു ബാബയെ കൂടാതെ വേറെ ആരെയും നമ്മൾ ഓർമ്മിക്കേണ്ട ആവശ്യമില്ല. ആ ഒരേ ഒരു ബാബയെയാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത്. അതുപോലെ ആ ഒരു ബാബയിലാണ് നമ്മൾ ബലിയർപ്പണമാകേണ്ടതും. അന്ത് തക്ക് പഠനാ ഹേ തോ ജരൂർ ടീച്ചർ കോ യാദ് കർണാ ഹേ. അപ്പൊ ബാബ പറയാണ് നിങ്ങൾക്ക് അന്തിമം വരെ പഠിക്കേണ്ടതാ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ടീച്ചറെ അന്തിമം വരെ ഓർമ്മിക്കണം. ആരാണ് നമ്മുടെ ടീച്ചർ? ബാബയാണ് നമ്മുടെ ടീച്ചർ. സ്കൂൾ മേം ടീച്ചർ കോ യാദ് കർത്തേ ഹേന. അപ്പൊ ബാബ ചോദിക്ക നിങ്ങൾ സ്കൂളിലും ടീച്ചർ ഓർമ്മിക്കുമല്ലോ. ഉൻ സ്കൂളോ മേം തോ കിത്തനെ ടീച്ചേഴ്സ് ഹോത്തേ ഹേ. അപ്പൊ ബാബ പറയാണ് അതായത് സ്കൂളുകളില് എത്ര ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും? ഹർ ഏക് ദർജ കാ ടീച്ചർ അലഗ് ഹോത്താ ഹേ, യഹാം തോ ഏക് ഹി ടീച്ചർ ഹേ. അപ്പൊ ബാബ പറയാണ് ഓരോ ക്ലാസ്സിലെയും ഓരോ ടീച്ചർമാരായിരിക്കും അല്ലെ. ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും സ്കൂളിൽ. ഇവിടെയാണെങ്കിലോ ഒരേ ഒരു ടീച്ചറാണ്. കിത്തിനി ലൗലി ഹേ. ആ ടീച്ചർ എത്ര സ്നേഹിയാണ് അല്ലെ. നമ്മുടെ ബാബയാണ് ഇവിടെ ടീച്ചർ. നമ്മുടെ ബാബ എത്ര സ്നേഹിയാണ് എന്ന് ബാബ പറയാം. ബാപ്പ് ലൗലി ടീച്ചർ ലൗലി. ഇത് ബാബയും വളരെ സ്നേഹിയാണ്,
ടീച്ചറും വളരെ സ്നേഹിയാണ്. ആകെ ഭക്തി മാർഗമേം അന്ധശ്രദ്ധാസെ യാദ് കർത്തേതേ. അപ്പൊ ബാബ പറയാണ്, മുൻപ് ഭക്തി മാർഗത്തില്, അതായത് അന്ധവിശ്വാസത്തോട് കൂടിയിട്ടാണ് ഓർമ്മിച്ചിരുന്നത് എന്ന് ബാബ പറയാ. അബി തോ ഡയറക്റ്റ് ബാപ്പ് പഠാത്തെ ഹേ तो कितनी खुशी होनी चाहिए, फिर भी कहते बाबा भूल जाते हैं. ഇപ്പൊ ബാബ പറയാണ്, ഇവിടെയാണെങ്കിലോ ബാബ നിങ്ങളെ ഡയറക്റ്റ് ആയിട്ട് പഠിപ്പിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എത്രമാത്രം സന്തോഷം ഉണ്ടായിരിക്കേണ്ടതാണ്. പക്ഷെ ബാബ പറയാ, എന്നിട്ടും കുട്ടികൾ ഇങ്ങനെയും പറയും, അതായത് ബാബ ഞങ്ങൾ മറന്നു പോകുന്നു. പത്താ നെഹി ഹമാരി ബുദ്ധി ആപ്കോ ക്യൂബ് നെഹി യാദ് കർത്തി ഹേ. അതായത് കുട്ടികൾ ഇങ്ങനെയും പറയും, ബാബ ഞങ്ങൾക്ക് അറിയുന്നില്ല, എന്തുകൊണ്ടാണെന്നറിയില്ല, ഞങ്ങളുടെ ബുദ്ധി താങ്കളെ ഓർമ്മിക്കുന്ന കാര്യം ചെയ്യുന്നില്ല, മറന്നു പോകാണ്, എന്തുകൊണ്ടാണെന്ന് അറിയില്ല എന്ന് കുട്ടികൾ പറയും. ഗാത്തേ ബി ഹേ ഈശ്വർ കി ഗതി മതി ന്യാരി ഹേ. അതായത് ഇങ്ങനെയും പാടുന്നുണ്ട്, അതായത് ഈശ്വരന്റെ ഗതിയും മതവും വേറിട്ടതാണ്, അങ്ങനെയും പാടുന്നുണ്ട്. ബാബ ആപ്കി ഗതി ഓർ സദ്ഗതി കി മത് തോ ബഡി വണ്ടർഫുൾ ഹേ. അതായത് കുട്ടികൾ ഇങ്ങനെ പറയും, ബാബ അതായത് അങ്ങയുടെ ഗതിയും സദ്ഗതിയും അതിനുള്ള മതം വളരെ വണ്ടർഫുൾ ആണ്, വളരെ അത്ഭുതകരമാണെന്ന് കുട്ടികൾ പറയും. ഏസേ ബാപ്പുക്കോ യാദ് കർണാ ചാഹിയേ. അതായത് ഇങ്ങനെയുള്ള അച്ഛനെ അല്ലെ നമുക്ക് ഗതിയും സദ്ഗതിയും നേടിത്തരുവാൻ വേണ്ടി ബാബ നമുക്ക് ശ്രീമതം തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ആ ഒരു ബാബയെ നമ്മൾ എത്രമാത്രം ഓർമ്മിക്കണം. സ്ത്രീ അപ്പനെ പതി കെ ഗുൺ ഗാത്തി ഹേ നാ, ബഡാ അച്ഛാ ഹേ, യഹ് യഹ് ഉൻകി പ്രോപ്പർട്ടി ഹേ, അന്തർമേ ഖുഷി രഹത്തി ഹേ നാ. ബാബ പറയാണ്, സ്ത്രീകളാണെങ്കിലോ അവരുടെ പതിമാരുടെ ഗുണഗാനങ്ങളെല്ലാം പാടും. അതായത് ഇദ്ദേഹം വളരെ നല്ലതാണ്, ഇതെല്ലാം അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടിയാണ് എന്നൊക്കെ വളരെ ഉള്ളിൽ അത്രയും സന്തോഷത്തോടു കൂടിയിട്ട് പറയുമെന്ന് ബാബ പറയാം. യഹുത്തോ പതിയോം കാ പതി ബാപ്പോം കാ ബാപ്പ് ഹേ, ഇൻസെ കിത്തന ഹംകോ സുഖ മിൽത്താ ഹേ. ബാബ പറയാണ്, ഇതാണെങ്കിലോ ബാബയാണെങ്കിലോ പതിമാരുടെയും പതിയാണ്, അച്ഛന്മാരുടെയും അച്ഛനാണ്. അതുമാത്രമല്ല ബാബയിൽ നിന്ന് നമുക്ക് എത്രമാത്രം സുഖമാണ് ലഭിക്കുന്നത്. അപ്പൊ എത്രത്തോളം സന്തോഷം വേണം നമുക്ക് ബാബയെ കിട്ടിയതിന്. ഓർ സബ്സേ തോ ദുഃഖ മിൽത്താ ഹേ, ബാക്കി എല്ലാവരിൽ നിന്ന് നമുക്ക് ദുഃഖമാണ് കിട്ടുന്നത് എന്ന് ബാബ പറയാ. ഹാ ടീച്ചർ സേ സുഖ മിൽത്താ ഹേ ക്യോംകി പഠായി സേ ഇൻകം ഹോത്തി ഹേ. ബാബ പറയാണ്, ടീച്ചർമാരിൽ നിന്ന് നിങ്ങൾക്ക് സുഖം ലഭിക്കും. കാരണം എന്തുകൊണ്ടാണ്? ഈ പഠിപ്പിലൂടെയാണല്ലോ വരുമാനം ഉണ്ടാകുന്നത്. ഗുരു ഹമേശ കിയാ ജാത്താ ഹേ വാനപ്രസ്ഥമേ. അതായത് വാനപ്രസ്ഥം എത്തുമ്പോഴാണ് നമ്മൾ ഗുരുവിനെ സ്വീകരിക്കുന്നത്. ബാപ്പ് ബി കഹത്തെ ഹേ മേ വാനപ്രസ്ഥമേം ആയാ ഹോം, യഹ് ബി വാനപ്രസ്ഥി മേ ബി വാനപ്രസ്ഥി. ബാബ പറയാണ്, ഞാൻ വാനപ്രസ്ഥത്തിൽ തന്നെയാണ് വരുന്നത്, ഞാനും വാനപ്രസ്ഥിയാണ്, ഇദ്ദേഹവും അതായത് ബ്രഹ്മാ ബാബയും വാനപ്രസ്ഥിയാണ്. യഹ് സബ് മേരെ ബച്ചേ ബി വാനപ്രസ്ഥി ഹേ. ബാബ പറയാണ്, അതായത് എൻ്റെ എല്ലാ കുട്ടികളും, ബാബയും വാനപ്രസ്ഥി, ബ്രഹ്മാ ബാബയും വാനപ്രസ്ഥി, അതുകൂടാതെ എൻ്റെ എല്ലാ കുട്ടികളും വാനപ്രസ്ഥ അവസ്ഥയിലാണ് എന്ന് ബാബ പറയാം. ബാപ്പ് ടീച്ചർ ഗുരു തീനോം ഹി ഇക്കട്ടെ ഹേ. അതായത് അച്ഛനും ടീച്ചറും ഗുരുവും മൂന്നും ഒരുമിച്ചാണ് എന്ന് ബാബ പറയാ. ബാപ്പ് ടീച്ചർ ബി ബൻതേ ഹേ ഫിർ ഗുരു ബൻ സാത്ത് ലേ ജാത്തെ ഹേ. അതായത് ബാബ അച്ഛൻ തന്നെയാണ് പിന്നീട് ടീച്ചറായി മാറി നമ്മളെ പഠിപ്പിക്കുന്നത്. പിന്നീട് എന്തുണ്ടാകും? ഗുരുവായി മാറി നമ്മളെല്ലാവരെയും കൂടെ കൊണ്ടുപോകും. അതായത് 3 പേരും ഒന്നിൽ തന്നെയാണെന്ന് ബാബ പറയാ. ഉസ് ഏക് ബാപ്പ് കി ഹി മഹിമാ ഹേ, യഹ് ബാത്തേം ഓർ കോയി ശാസ്ത്ര ആദിമേ നഹി ഹേ. അതായത് ആ ഒരേ ഒരു അച്ഛന്റെ മഹിമയാണിത്. ഈ കാര്യങ്ങളൊന്നും ഒരു ശാസ്ത്രത്തിലുമില്ല, അല്ലെ? ആ ഒരേ ഒരു അച്ഛൻ തന്നെയാണ് നമ്മുടെ ടീച്ചറും സദ്ഗുരുവുമെല്ലാം. ഇതെല്ലാം ആ ഒരു അച്ഛന്റെ മഹിമയാണ്. ഇത് വേറെ ഒരു ശാസ്ത്രത്തിലുമില്ല എന്ന് ബാബ പറയാം. ബാബ ഹർ ബാത്ത് അച്ചി രീതി സമജാത്തെ ഹേ. ബാബയാണെങ്കിലോ എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കി തരാണ്.
इनसे ऊंची नॉलेज कोई होती नहीं ना जानने की दरकार रहती है. ബാബ പറയാണ് ഇതിനേക്കാളും ഉയർന്ന അറിവ് വേറെ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. അത് നമുക്ക് അറിയേണ്ട ആവശ്യവുമില്ല എന്ന് ബാബ പറയാം. ഇത് തന്നെയാണ് ഉയർന്നതിലും ഉയർന്ന അറിവ്. हम सब कुछ जानकर विश्व के मालिक बन जाते हैं और जास्ती क्या करेंगे. ബാബ പറയാണ് നമ്മൾ ഇതെല്ലാം നമ്മൾക്കറിയാം. ഇതറിഞ്ഞിട്ട് നമ്മൾ ആരായി മാറുന്നു? വിശ്വത്തിന്റെ അധികാരിയായിട്ട് മാറുകയാണ്. ഈ മുഴുവൻ നോളജും നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞു. നമ്മളിനി വിശ്വത്തിന്റെ അധികാരിയായിട്ട് മാറുന്നു. അതിൽ കൂടുതൽ വേറെ എന്താ വേണ്ടത് എന്ന് ബാബ ചോദിക്കാം. ബച്ചോം കി ബുദ്ധി മേം യഹ് ഹോ തബ് ഖുശി മേം ഓർ ഉസി യാദ് മേം രഹേ. ബാബ പറയാണ് കുട്ടികളുടെ ബുദ്ധിയിൽ ഇതെപ്പോഴാണോ വരുന്നത് അപ്പോൾ വളരെയധികം സന്തോഷത്തിലും ഇരിക്കും, ആ ഓർമ്മയിലും ഇരിക്കുമെന്ന് ബാബ പറയാം. പുണ്യ ആത്മാ ബന്നെ കേലിയെ യാദ് മേം സരൂ രഹന ചാഹിയേ. അതായത് ബാബ പറയാണ് പുണ്യ ആത്മാവായിട്ട് മാറുന്നതിനു വേണ്ടി തീർച്ചയായിട്ടും ഓർമ്മയിലിരിക്കേണ്ടത് ആവശ്യമാണ്. മായാക്ക ധർമ്മ ഹേ തുമാരെ യോഗക്കോ തോടന. അതായത് മായയുടെ ഡ്യൂട്ടി എന്താണ്? നമ്മളുടെ യോഗത്തെ മുറിക്കുക. നമ്മൾ ഈശ്വരനെ, ഭഗവാനെ, അച്ഛനെ ഓർമ്മിക്കാനിരിക്കുമ്പോൾ അതിനെ മുറിക്കുക എന്നുള്ളതാണ് മായയുടെ ജോലി എന്ന് ബാബ പറയാ. യോഗമേം ഹി മായ വിഘ്ന ഡാൽത്തി ഹേ. യോഗത്തിൽ തന്നെയാണ് മായ വിഘ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഭൂൽ ജാത്തേ ഹോ, അതായത് മറന്നു പോകും. മായാക്കെ തൂഫാൻ ബഹുത് ആത്തേ ഹേ. അതായത് മായയുടെ കൊടുങ്കാറ്റ് ധാരാളം വരുന്ന ബാബ പറയാം. യഹ് ബി ഡ്രാമാമേ നൂന്ത് ഹേ. ഇതും ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ് അല്ലേ? മായ വരുന്നതും മായ കൊടുങ്കാറ്റായി വരുന്നതൊക്കെ ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ എപ്പോ ബാബയെ ഓർമ്മിക്കാനിരിക്കുന്നുവോ അപ്പോഴാണ് മായ വിഘ്നമിടുന്നതും കൊടുങ്കാറ്റായിട്ടൊക്കെ വരുന്നത്. ഇതെല്ലാം ബാബ പറയാണ് ഡ്രാമയിലുള്ള കാര്യങ്ങൾ തന്നെയാണെന്ന് പറയാ. സബ്സെ ആകെ തോ യഹ് ഹേ തോ ഇൻകോ സബ് അനുഭവ് ഹോത്തേ ഹേ. ബാബ പറയാണ് ഏറ്റവും മുന്നിലിരിക്കുന്നത് ആരാണ്? ബ്രഹ്മബാബയാണ്. അപ്പൊ തീർച്ചയായും ബ്രഹ്മബാബയ്ക്ക് അനുഭവം ഉണ്ടാകുമല്ലോ. മേരെ പാസ് ജബ് ആയേ തബ് തോ സബ്കോ സമജാവൂങ്കാന. അപ്പൊ ബ്രഹ്മബാബ എന്താ പറയുന്നത്? എന്റെ അടുത്ത് ആദ്യം വരിക, അപ്പോഴാണല്ലോ എനിക്ക് മറ്റുള്ളവർക്കും ഇത് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുക എന്ന് പറയാ. യഹ് സബ് മായാക്കെ തൂഫാൻ ആയെങ്കേ. അതായത് ബ്രഹ്മബാബ പറയാണ് ആദ്യം മായ എന്റെ അടുത്തേക്ക് തന്നെയാണ് വരേണ്ടത്. അപ്പോഴാണല്ലോ എനിക്കും ഇത് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുക. അതായത് ഇങ്ങനെ പ്രകാരത്തിലൊക്കെ മായ കൊടുങ്കാറ്റായിട്ട് വരും. അപ്പോൾ ഇതുപോലെയാണ് അതിൽ നിന്നും രക്ഷ നേടേണ്ടത് എന്നുള്ള കാര്യമൊക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ ആദ്യം മായയുടെ കൊടുങ്കാറ്റ് എവിടെ എത്തണം? ബ്രഹ്മബാബയുടെ അടുത്ത്. അപ്പൊ ബ്രഹ്മബാബ അതാണ് പറയുന്നത്. ബാബാക്കെ പാസ് ബി ആത്തേ ഹേ. അതായത് ബാബയുടെ അടുത്തും ഇതുപോലെയുള്ള കൊടുങ്കാറ്റ് വരുന്നുണ്ട്. തുംകോ ബി ആയെങ്കേ, നിങ്ങൾക്കും വരും. മായാക്കാ തൂഫാൻ ഹി ന ആയേ योग लगा ही रहे तो കർമാതീത അവസ്ഥ ഹോ ജായേ. ബാബ പറയാണ് ഇപ്പോ മായയുടെ കൊടുങ്കാറ്റ് ഒന്നും തന്നെ വരുന്നില്ല, നല്ല രീതിയിൽ യോഗത്തിലും ഇരിക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ കർമാതീത അവസ്ഥയിലെത്തും. ഫിർ ഹം യഹാം രഹ് നാ സകേ. പിന്നീട് നമുക്ക് ഇവിടെ ഇരിക്കാൻ സാധിക്കില്ല. കർമാതീത അവസ്ഥ ഹോ ജായേഗി തോ ഫിർ സബ് ചലേ ജായേങ്കേ. അതായത് ബാബ പറയാണ് കർമാതീത അവസ്ഥ പ്രാപ്തമാക്കിയാൽ പിന്നെ എല്ലാവരും ഇവിടെ നിന്ന് പോകുന്ന ബാബ പറയാ. ശിവയ്ക്ക് ബരാത്ത് ഗായി ഹുവേ ഹേന. ബാബ പറയാണ് ശിവന്റെ വിവാഹ ഘോഷയാത്ര പാടപ്പെട്ടിട്ടുണ്ട്. ശിവബാബ ആയേ തബ് ഹം സബ് ആത്മായേം ജായേ. ബാബ പറയാണ് ശിവബാബ വന്നു എങ്കിൽ എന്താണ്? അപ്പോഴാണ് നമ്മൾ എല്ലാ ആത്മാക്കളും പോകുന്നത്. അല്ലാതെ ഒരു ആത്മാവിന് ഇവിടെ നിന്ന് പോകാൻ സാധിക്കില്ല. എപ്പോഴാണോ ശിവബാബ വരുന്നത്, ഡയറക്റ്റ് വന്ന് നമുക്ക് ഈ ജ്ഞാനം തന്ന് നമ്മൾ കുട്ടികളെ പാവനമാക്കി മാറ്റുന്നത്, അപ്പോഴാണ് നമ്മൾ ബാബയുടെ കൂടെ എല്ലാവരും കൂടി പോവുക. അതാണ് ബാബ പറയുന്നത്. ശിവബാബ ആത്തേ ഹി ഹേ സബ് കോ ലേ ജാനെ. ശിവബാബ വരുന്നത് തന്നെ എന്തിനാണ്? എല്ലാവരെയും കൂടെ കൊണ്ടുപോകാനാണ്.
സത്യയുഗ മേം ഇത്തിനി ആത്മായേം തോടേ ഹി ഹോങ്കി. അപ്പൊ ബാബ പറയാണ് സത്യയുഗത്തില് ഇത്രയ്ക്കും അധികം ആത്മാക്കള് ഉണ്ടാകില്ല എന്ന് ബാബ പറയാം. अच्छा, मीठे मीठे सिकीलदे बच्चों प्रति मात पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी मात पिता बाप दादा को याद प्यार गुड मॉर्निंग और नमस्ते. ഇനി ബാബ ധാരണയ്ക്കുള്ള പോയിന്റ് പറയാണ്. ഫസ്റ്റ് പോയിന്റ്, ശിവബാബ കോ അപ്പന വാരിസ് ബനാക്കർ സബ് കുച്ച് എക്സ്ചേഞ്ച് കർ ദേനാ ഹെ. അതായത് ശിവബാബയെ തന്റെ അവകാശിയാക്കി മാറ്റി എല്ലാം എക്സ്ചേഞ്ച് ചെയ്യണം. വാരിസ് ബനാക്കർ ശരീർ നിർവാഹ് ബി കർണാ ഹെ. അതായത് നമ്മൾ ബാബയെ അവകാശിയാക്കി മാറ്റും വേണം, ശരീര നിർവഹണാർത്ഥം കാര്യങ്ങൾ ചെയ്യും വേണം. ട്രസ്റ്റി സമജ്കർ രഹനാ ഹെ. ട്രസ്റ്റിയായി മനസ്സിലാക്കിയിരിക്കണം. പൈസെ കോയി ബി പാപ കർമ്മമേ നഹി ലഗാനേ ഹെ. അതായത് ഒരു പാപകർമ്മത്തിന് വേണ്ടിയും നിങ്ങൾ പൈസ ചിലവാക്കരുത് എന്ന് ബാബ പറയാം. സെക്കൻഡ് പോയിന്റ്, അന്തർ ഖുശി മേം ഗുദ്ഗുദി ഹോത്തി രഹേകി സ്വയം ജ്ഞാൻ കാ സാഗർ ബാബ ഹംകോ പഠാ രഹേ ഹെ. ബാബ പറയാണ്, ഉള്ളിൽ നിങ്ങൾക്ക് വളരെ സന്തോഷം കൊണ്ട് നിങ്ങൾക്ക് ഇത്രയും ഗദ്ഗതമുണ്ടായിരിക്കണം. അതായത് സ്വയം ജ്ഞാനസാഗരനായ ബാബ ഞങ്ങളെ പഠിപ്പിക്കുകയാണ്. ഈ ഒരു ലഹരി നമ്മുടെ ഉള്ളിൽ അത്രയും സന്തോഷം ഉണ്ടായിരിക്കണമെന്ന് ബാബ പറയാം. പുണ്യ ആത്മാ ബന്നെ കെ ലിയേ യാദുമേം രഹനാ ഹേ മായാ കെ തൂഫാനോം സെ ഡർനാ നഹി. ബാബ പറയാണ്, പുണ്യ ആത്മാവായിട്ട് മാറാൻ ഓർമ്മയിൽ, ബാബയുടെ ഓർമ്മയിലിരിക്കണം. അതുപോലെ ബാബ പറയാണ്, മായയുടെ കൊടുങ്കാറ്റുകളെ നിങ്ങൾ ഭയക്കരുത്. ഇനി ബാബ വരദാനം പറയാണ്, സത്യതാ കെ ആധാർ പർ ഏക് ബാപ് കോ പ്രത്യക്ഷ കർണേ വാലെ നിർഭയ് അതോറിറ്റി സ്വരൂപ ഭവ. അതായത് ബാബ പറയാണ്, സത്യതയുടെ ആധാരത്തിലൂടെ ഒരു ബാബയുടെ പ്രത്യക്ഷത ചെയ്യിക്കുന്ന നിർഭയ ശക്തിശാലി സ്വരൂപരായി ഭവിക്കട്ടെ എന്ന് ബാബ പറയാം. അതായത് സത്യതയുടെ ആധാരത്തിലൂടെ വേണം നമ്മൾ ഒരു ബാബയുടെ പ്രത്യക്ഷത കൊണ്ടുവരാൻ. അതിന് ബാബ എക്സ്പ്ലനേഷൻ തരാണ്. സത്യതാഹി പ്രത്യക്ഷതാ കാ ആധാർ ഹേ. സത്യത തന്നെയാണ് പ്രത്യക്ഷതയുടെ ആധാരം. बाप को प्रत्यक्ष करने के लिए निर्भय और अथॉरिटी स्वरूप बनकर बोलो संकोच से नहीं. അതായത് ബാബയെ പ്രത്യക്ഷമാക്കാൻ ബാബ പറയാണ്, നിർഭയമായി അതുപോലെ വളരെ ശക്തിശാലി സ്വരൂപരായിട്ട് നിങ്ങൾ പറയൂ. അല്ലാതെ സങ്കോചത്തോടെയല്ല പറയേണ്ടത്. അതായത് നിർഭയതയും വേണം, അതുപോലെ അതോറിറ്റി ശക്തിയും വേണം. അത്രയും ആ ഒരു സ്വരൂപമായിട്ട് മാറിയിട്ട് വേണം നമ്മൾ ഓരോ കാര്യവും സംസാരിക്കാൻ, അല്ലാതെ സങ്കോചത്തോടെയല്ല എന്ന് ബാബ പറയാം. ജബ് അനേക് മത് വാലെ സിർഫ് ഏക് ബാത് കോ മാൻ ലേംഗെ कि हम सबका बाप एक है और वही अब कार्य कर रहे हैं. അതായത് എപ്പോഴാണോ അനേക മതത്തിലുള്ളവര് കേവലം ഇങ്ങനെ പറയും, അതായത് നമ്മൾ എല്ലാവരുടെയും അച്ഛൻ ഒന്നാണ്, ആ ഒന്ന് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹം സബ് ഏക് കി സന്താൻ ഏക് ഹേ ഓർ യഹ് ഏക് ഹി യഥാർത്ഥ ഹേ. അപ്പൊ ബാബ പറയാണ്, ഞങ്ങൾ എല്ലാവരും ഒരു ആളുടെ സന്താനങ്ങളാണ്, ഒരേയൊരു ആളുടെ സന്താനങ്ങളാണ്. ആ ഒന്ന് തന്നെയാണിത്, ആ ഒന്ന് തന്നെയാണ് യഥാർത്ഥമായിട്ടുള്ളത്. അപ്പൊ ബാബ പറയാണ്, എപ്പോഴാണോ എല്ലാ മതത്തിലുള്ളവരും ഒരുമിച്ച് ചേർന്ന് ഇങ്ങനെ പറയും, അതായത് ഞങ്ങൾ എല്ലാവരും ഒരച്ഛന്റെ മക്കളാണ്, ഒരച്ഛന്റെ കുട്ടികളാണ്, ആ ഒരച്ഛൻ തന്നെയാണ് സത്യമായിട്ടുള്ളത് എന്ന് എല്ലാ മതസ്ഥരും എപ്പോഴാണോ പറയുന്നത്, അപ്പൊ ബാബ പറയാണ്, വിജയ് കാ ജണ്ട ലഹരാ ജായേഗ.
അപ്പോഴാണ് വിജയത്തിന്റെ കൊടി പാറിക്കൊണ്ടിരിക്കും. അതായത് എല്ലാ മതത്തിലെ പെട്ടവരും ഒരുപോലെ പറയുന്ന ഒരു സമയം വരും. അപ്പോഴാണ് വിജയ പതാക പാറിക്കൊണ്ടിരിക്കുക എന്ന് ബാബ പറയാം. ഇസി സങ്കൽപ് സേ മുക്തി ധാം ജായേംഗെ और फिर जब अपना अपना पार्ट बजाने आएंगे तो पहले यही संस्कार इमर्ज होंगे कि गॉड इज वन. यही ഗോൾഡൻ ഏജ് की സ്മൃതി ഹെ. ബാബ പറയാണ്, ഇതുപോലെയുള്ള സങ്കല്പത്തിലാണ് നമ്മൾ സുഖധാമത്തിലേക്ക് പോവുക. അതായത് നമ്മളെല്ലാവരും ഒരു അച്ഛന്റെ കുട്ടികളാണ്, ഒരേ ഒരു ബാബയുടേതാണ്, ആ ഒരേ ഒരു അച്ഛൻ തന്നെയാണ് സത്യമായിട്ടുള്ളത് എന്ന് എല്ലാവരും ഒരുപോലെ പറയുമല്ലോ. ആ സങ്കല്പത്തോട് കൂടിയിട്ടാണ് നമ്മൾ മുക്തിധാമത്തിലേക്ക് പോവുക. പിന്നീട് ബാബ പറയാണ്, ഓരോരുത്തരും അവരവരുടെ പാർട്ട് അനുസരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ആദ്യം അവരിൽ ഈ സംസ്കാരമാണ് എമർജാവുക. അതായത് എല്ലാം ഒന്നു തന്നെയാണ്, എല്ലാവരും ഒരച്ഛന്റെ മക്കളാണെന്നുള്ള ആ സംസ്കാരം അവരിൽ ഫസ്റ്റ് തന്നെ പ്രത്യക്ഷമാകും. അതായത് ഗോഡ് ഈസ് വൺ, ദൈവം ഒന്നു തന്നെയാണ്. യഹി ഗോൾഡൻ ഏജ് കി സ്മൃതി ഹെ. ഇത് തന്നെയാണ് സ്വർണിമ യുഗത്തിന്റെ സ്മൃതി എന്ന് ബാബ പറയാം. ഈ ബാബ സ്ലോഗൻ പറയാ, സഹൻ കർണാഹി സ്വയം കെ ശക്തി രൂപകോ പ്രത്യക്ഷ കർണാഹേ. അതായത് ബാബ പറയാണ്, സഹിക്കുക തന്നെയാണ് സ്വയത്തിന്റെ ശക്തി സ്വരൂപത്തെ പ്രത്യക്ഷമാക്കുക. സ്വയത്തിൽ എത്രമാത്രം ശക്തിയുണ്ടെന്ന് നമുക്ക് എങ്ങനെ അറിയാം? നമുക്ക് സഹിക്കാനുള്ള കഴിവാണത്. അതാണ് ബാബ പറയുന്നത്, സഹിക്കുക തന്നെയാണ് സ്വയത്തിന്റെ ശക്തി സ്വരൂപത്തെ പ്രത്യക്ഷമാക്കുക. ഇനി ബാബ അവ്യക്ത സൂചന തരാണ്. ജൈസെ യഹ് ദേഹ് സ്പഷ്ട ദിക്കായി ദേത്തി ഹെ വൈസെ അപ്നി ആത്മാ കാ സ്വരൂപ് സ്പഷ്ട ദിക്കായി ദേ, അർത്ഥാത് അനുഭവമേം ആയേ. അതായത് ബാബ പറയാണ്, എങ്ങനെയാണോ ഈ ദേഹം സ്പഷ്ടമായിട്ട് കാണപ്പെടുന്നത്, അങ്ങനെ നമ്മുടെ ആത്മസ്വരൂപവും സ്പഷ്ടമായിട്ട് കാണപ്പെടണം. അർത്ഥം എന്താണ്? അനുഭവത്തിൽ വരണം, അല്ലേ? അതാണ് ബാബ പറയുന്നത്. മസ്തക് അർത്ഥാത് ബുദ്ധി കി സ്മൃതി व दृष्टि से सिवाई आत्मिक स्वरूप के और कुछ भी दिखाई ना दे व स्मृति में ना आए. അപ്പൊ ബാബ പറയാണ്, മസ്തകം അർത്ഥം എന്താണ്? അതായത് ബുദ്ധിയുടെ സ്മൃതിയിലൂടെ അഥവാ ദൃഷ്ടിയിലൂടെ ആത്മീക സ്വരൂപമല്ലാതെ വേറെ ഒന്നും തന്നെ നമ്മുടെ സ്മൃതിയിൽ വരരുത്. ऐसे निरंतर तपस्वी बनो तब हर आत्मा के प्रति कल्याण का शुभ संकल्प उत्पन्न होगा. അപ്പൊ ബാബ പറയാണ്, അതായത് ആത്മീക സ്വരൂപം മാത്രം, ആ ഒരു സ്മൃതി ആയിരിക്കണം നമുക്ക് വേണ്ടത്. അങ്ങനെ നിരന്തരമായിട്ട് നമ്മൾ തപസ്വിയായിട്ട് മാറുമ്പോൾ ബാബ പറയാണ്, എല്ലാ ആത്മാവിനെ പ്രതിയും മംഗളത്തിന്റെ ഭാവന, ശുഭസങ്കല്പം, ഇത് നമുക്ക് ഉൽപ്പന്നമാകും. ആത്മസ്വരൂപത്തിൽ നമ്മളിരിക്കുക, നമ്മളതുപോലെ എല്ലാവരെയും ആത്മസ്വരൂപത്തിൽ കാണുക. ദൃഷ്ടിയും അങ്ങനെ ആയിരിക്കുമ്പോൾ ബാബ എന്താ പറയണത്? അങ്ങനെ നമ്മൾ നിരന്തര തപസ്യായിട്ട് മാറുമ്പോൾ എല്ലാ ആത്മാക്കളെയും പ്രതി നമുക്ക് എന്തായിരിക്കും? ശുഭസങ്കല്പമായിരിക്കും, അതുപോലെ മംഗളത്തിന്റെ ഭാവനയായിരിക്കും. ബൽ കോയി അപ്പനെ സംസ്കാർ സ്വഭാവ കെ വശ് आपको पुरुषार्थ में परीक्षा के निमित्त बना हुआ हो उसके प्रति भी സദാ കല്യാൺ കാ സങ്കൽപ് ഉൽപ്പന്ന ഹോ. ബാബ പറയാണ്, ആരെങ്കിലും അവരുടെ സ്വഭാവ സംസ്കാരത്തിന്റെ കാരണത്തെ വശപ്പെട്ടിട്ട് നിങ്ങളുടെ പുരുഷാർത്ഥത്തിൽ നിങ്ങൾക്കൊരു പരീക്ഷയായിട്ട് വരുന്നുണ്ടെങ്കിൽ തന്നെയും ആ ആത്മാവിനെ പ്രതിയും നമുക്ക് എന്തായിരിക്കും? സദാ നമുക്ക് മംഗളത്തിന്റെ ഭാവന, മംഗളത്തിന് ആ സങ്കല്പം നമുക്ക് ഉൽപ്പന്നമാകും എന്ന് പറയാ ബാബ. എങ്ങനെയിരിക്കുമ്പോ? ആത്മീക സ്വരൂപത്തില്, ആ ഒരു സ്ഥിതിയിൽ നമ്മൾ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഇതിന് സാധിക്കുക. ഇനി നമ്മുടെ മമ്മയുടെ ഗുണങ്ങളുണ്ടല്ലോ, അതിന്റെ പോയിന്റാണ് ഇന്നത്തെ പോയിന്റ്. ബാബ പറയുന്നത്, ദിവ്യബുദ്ധിയുടെ ഗുണത്തിലൂടെ സ്മരണശക്തിയാൽ സമ്പന്നയായിരുന്നു മമ്മ. അതായത് മമ്മയ്ക്ക് തുടക്കം മുതൽ തന്നെ വളരെ ബുദ്ധിശക്തിയും ദീർഘവീക്ഷണവും നല്ല ഓർമ്മശക്തിയും ഉണ്ടായിരുന്നു. മമ്മയുടെ ഓർമ്മശക്തി വളരെ തീക്ഷ്ണമായിരുന്നു. അതായത്
ഒരു പ്രാവശ്യം കേട്ടാൽ അത് ബുദ്ധിയിൽ പതിയുമായിരുന്നു മമ്മയ്ക്ക്. ബാബയുടെ ഒരു പോയിന്റ് കേട്ടു, അത് ഉള്ളിലെടുത്ത് അതിന്റെ 10 രഹസ്യങ്ങൾ സ്പഷ്ടീകരിച്ച് കേൾപ്പിക്കും. അതുപോലെ എല്ലാവരെയും ജ്ഞാനത്തിന്റെ ആഴത്തിലേക്ക് കൊണ്ടുപോകും. അപ്പം മമ്മ അത്രയും ബുദ്ധിശാലിയായിരുന്നു അല്ലെ. അതുകൊണ്ട് തന്നെ ബാബ മുരളി പറയുമ്പോൾ അപ്പം തന്നെ മമ്മയ്ക്കത് ധാരണയാകുമായിരുന്നു. അത്രയും ബുദ്ധിമതിയായിരുന്നു. അതുപോലെ ബാബയുടെ ഓരോ പോയിന്റും മമ്മ എന്താ ചെയ്യുക, അത് ഉള്ളിലേക്ക് എടുത്ത് അതിന്റെ 10 രഹസ്യങ്ങൾ അത്രയും ആഴത്തിലേക്ക് പോയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിരുന്നു കുട്ടികൾക്ക്. ഏതു പ്രകാരത്തിലാണോ മമ്മ വ്യർത്ഥ ചിന്തനങ്ങളിൽ നിന്നും വേറിട്ട് പരമാത്മാവിന്റെ ചിന്തനത്തിൽ ഇരുന്ന് അതിലൂടെ സ്വന്തം ബുദ്ധിയെ ദിവ്യ ബുദ്ധിയാക്കി മാറ്റിയത്, അതുപോലെ നമ്മൾ കുട്ടികൾക്കും ദിവ്യ ബുദ്ധിയാൽ സമ്പന്നമായി മാറുന്നതിന്റെ പുരുഷാർത്ഥം ചെയ്യണം അല്ലെ. മമ്മ ഒരിക്കലും വ്യർത്ഥ ചിന്തകളിലേക്ക് പോയിരുന്നില്ല. സദാ പരമാത്മാ ചിന്തനം. അപ്പൊ സദാ പരമാത്മാ ചിന്തനം ചെയ്ത് അതുപോലെ പരമാത്മാവിന്റെ ആ മഹാവാക്യങ്ങളെ ചിന്തനം ചെയ്ത് മമ്മ എന്തായി മാറി? മമ്മയുടെ ബുദ്ധി ദിവ്യ ബുദ്ധിയായി മാറി. അതുപോലെ ബാബ പറയാണ് നമ്മൾ കുട്ടികൾക്കും അങ്ങനെ ദിവ്യ ബുദ്ധിയാൽ സമ്പന്നമായി മാറുന്നതിന്റെ പുരുഷാർത്ഥം ചെയ്യണമെന്ന് ബാബ പറയാം. ഓം ശാന്തി.